അല്ലാഹു ചോദിച്ചു വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. വമൻ അദല്ലു ആരുണ്ട് ഏറ്റവും വഴിപിഴച്ചവൻ മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴികെട്ടവൻ വഴിപിഴച്ചവൻ ആരുണ്ട്? വേറെ ആരുമില്ല. ആരോടാ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാത്തവരോടാണല്ലോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. ഇവരവരുടെ പ്രാർത്ഥനയെ തൊട്ട് അശ്രദ്ധരുമാണല്ലോ, അവരോടാണല്ലോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. കാര്യമില്ലല്ലോ, അവനേക്കാൾ വഴികെട്ടവൻ മറ്റാരാ ഉള്ളത്? വേറെ ആരുമില്ല. ഇത് മുജാഹിദീങ്ങൾ പറഞ്ഞാൽ കണ്ടോ സമൂഹത്ത് കുഴപ്പമുണ്ടാക്കുകയാണോ? അല്ല. ഇനി നിങ്ങൾ നോക്ക്, ഒരു മുസ്ലിയാർ പറയാൻ പോവാണ്. ആര്? റഹ്മത്തുള്ള സഖാഫി എളമരം എന്ന് പറഞ്ഞ മുസ്ലിയാര് പറയാണ്, സുന്നികൾ അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ, അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറയുന്നവരാണ് സുന്നികളെന്ന്. ശേഷം ഞാൻ കുറച്ച് സുന്നികളെ പുസ്തകം വായിച്ചു തരും. ഒരു സുന്നിയാണോ അല്ല എന്നുള്ള നമുക്ക് ഒന്നിച്ചൊന്ന് വിലയിരുത്താം. കേട്ടോളി, അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് എളമരത്തുകാരനായ സഖാഫി പറയുന്നു. സുഹൃത്ത്, ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് സുന്നികൾ പറയുന്നു എന്നോ, അത് പ്രാർത്ഥിക്കരുത് എന്നല്ലേ ഖുർആൻ പറയുന്നത് എന്നുമാണ് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ ആകത്തുക. മുസ്ലിങ്ങൾക്കിടയിൽ തർക്കമില്ലാത്തൊരു വിഷയമാണത്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചോ അല്ലാതെയോ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല. അതിൽ സുന്നികൾക്കോ മുജാഹിദുകൾക്കോ വേറെ ഏതെങ്കിലും വിഭാഗത്തിനോ തർക്കമില്ല. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന് പറയുന്നവരല്ല സുന്നികൾ, പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്നവരാണ് സുന്നികൾ. അള്ളാഹുവോടല്ലാതെ പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്നവരാണ്, അള്ളാഹുവോടല്ലാത്തവരോട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നവരല്ല സുന്നികൾ. എന്നാ നോക്ക്, നമ്മള് ഇത് ശിഥില തന്ത്രങ്ങൾ ശാന്തി മന്ത്രങ്ങൾ എഴുതിയതൊരു സുന്നിയാ, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. ഇയാള് എന്താണ് ഈ പറയുന്നത് കേട്ടോളൂ. ഒരു ചോദ്യം, അതിനുള്ള ഉത്തരം. മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? അനുവദനീയമാണെങ്കിൽ വിശുദ്ധ ഖുർആനിലോ സ്വഹീഹായ ഹദീസിലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ ആയത്തോ ഹദീസോ വ്യക്തമാക്കാമോ? ചോദ്യം മനസ്സിലാക്കണം. പ്രാർത്ഥിക്കാമോ എന്നാ. ഇയാളെന്താ പറഞ്ഞത്? സുന്നിയൊക്കെ വിശ്വാസമല്ല. കേട്ടോളിട്ട് ഉത്തരം, അനുവദനീയമാണ്. ഖുർആനിലും സുന്നത്തിലും അത് പറഞ്ഞിട്ടും ഉണ്ട്. അപ്പൊ ഇയാൾ സുന്നിയോ സുന്നിന്റെ പുറത്തോ? ഇയാളൊന്നും സുന്നിയാക്ക് വാദമില്ല. സഖാഫി പറഞ്ഞെന്താ? സുന്നിയാക്ക് ഇങ്ങനെ വാദമില്ല. അപ്പൊ ഇയാൾ സുന്നിയോ സുന്നിന്റെ പുറത്തോ? ഒന്നല്ല. തിരുത്തില്ല കേട്ടോ, തിരുത്തില്ല. ശംസുദ്ദീൻ ബാലത്തിന്റെ CD പിൻവലിച്ച മാതിരി പുസ്തകം ഇന്നുവരെ പിൻവലിച്ചിട്ടില്ല ഈ പറയുന്നത്. ഇനിയോ മറ്റൊന്ന് ഏതാണ്? കൊട്ടപ്പുറം സുന്നി മുജാഹിദ് സംവാദം. ആ സംവാദത്തിൽ മുജാഹിദ് പക്ഷത്ത് നിന്ന് അള്ളാഹുവോടല്ലാതെ പ്രാർത്ഥിക്കാൻ തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു അത്രേ. ഇവര് കൊടുക്കുകയാണ് കൊട്ടപ്പുറം സുന്നി മുജാഹിദ് സംവാദ പുസ്തകത്തിൽ OM തരുവണ. കേട്ടോളൂ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്നതിന് തെളിവായി ധാരാളം ആയത്തുകൾ ഞാൻ ഓതി. അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കാൻ ധാരാളം ആയത്തുകൾ തെളിവാടി ഞാൻ ഓതി. ഇയാൾ പറഞ്ഞു സുന്നിയാക്ക് അങ്ങനെ വാദമില്ല. അപ്പൊ കാന്തപുരം സുന്നിയല്ലേ? അല്ലേ? ഇവിടെ പിന്നെ ആയത്ത് ഓതിയാണ്. അള്ള പറഞ്ഞതോ അള്ളാഹുവോടല്ലാതെ മറ്റ് ഇലാഹുകളോട് ആരെങ്കിലും വിളിച്ചു പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവർക്കതിന് യാതൊരു ബുർഹാനും രേഖയും തെളിവും ഇല്ല. അപ്പൊ പറയും ഇലാഹൻ എന്നല്ലേ പറഞ്ഞ? ഇലാഹൻ തന്നെ. എന്താ ഇലാഹ് പറഞ്ഞാൽ? ആരാധ്യൻ. ഒരു വസ്തുവിന്, ഒരു വ്യക്തിക്ക്, ഒരു ശക്തിക്ക് ആരാധന അർപ്പിച്ചാൽ അതിന് ഇലാഹാക്കലായി. പ്രാർത്ഥന ആരാധനയാണ്. അള്ളാഹ് പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഴവ മുഹമ്മദ് ബിൻ മുസ്ലിയാരും പറഞ്ഞല്ലോ. അപ്പോ ഒരു വസ്തുവിനോട് പ്രാർത്ഥിച്ചാൽ അതിനെ ആരാധന ചെയ്യലായി, അപ്പൊ അതിന് ഇലാഹാക്കലായി. അങ്ങനെ ആരോടെങ്കിലും വിളിച്ചു പ്രാർത്ഥിക്കുന്നെങ്കിൽ ഒരു തെളിവും അതിനില്ല. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, മുജാഹിദ് പ്രവർത്തകർ ഒട്ടുമില്ലാത്ത, ഒരാൾ പോലും ഇല്ലാത്ത പ്രദേശങ്ങളിലും കടന്നു ചെന്നുകൊണ്ട്
അല്ലാഹുവോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ. അംബിയാ ഔലിയാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കരുത്, അവരോട് ഇസ്തിഗാസ ചെയ്യരുത് എന്ന് മുജാഹിദ് പ്രസ്ഥാനം പറയുമ്പോ അവർക്കുള്ള ആർജവും അവർക്കുള്ള കരുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനമാണ്. അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ഒരു രേഖയും ഇല്ല എന്ന വചനമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നോക്ക്, നിങ്ങൾ ഇയാൾ പറയുന്നു അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുടെ ഉദാഹരണം ഖുർആനിൽ കാണിക്കണമെന്നായിരുന്നു മൗലവിയുടെ മറ്റൊരു വാശി. അല്ലാഹുവോടല്ലാതെ പ്രാർത്ഥിക്കാമെങ്കിൽ അല്ലാഹുവോടല്ലാതെ പ്രാർത്ഥിക്കുന്നതിന് ഒരു ഉദാഹരണം ഖുർആൻ നിങ്ങൾ കാണിച്ചിരുന്നു പറഞ്ഞു. അപ്പോഴോ മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് ഖുർആൻ കൊണ്ട് തന്നെ എപ്പി സ്ഥാപിച്ചപ്പോൾ അവിടെയും മൗലവി മുഖം കുത്തിയോ ഇല്ലേ? ഫീഹി നദറുൻ, ഫിഖിന്റെ ഭാഷയിൽ പറഞ്ഞ ഒന്ന് ആലോചിക്കണം. എന്താണ് ഇവിടെ സ്ഥാപിച്ചു എന്ന് പറഞ്ഞത്? എന്താ സ്ഥാപിച്ചു എന്ന് പറഞ്ഞത്? അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്ന്. എലമരം സഖാഫി പറഞ്ഞതോ അല്ലാഹുവോടല്ലാതെ പ്രാർത്ഥിക്കരുതെന്ന് പറയുന്നവരാണ് സുന്നികൾ. കാന്തപുരം സുന്നിയോ സുന്നിയുടെ പുറത്തോ? ഇങ്ങനെ എത്ര കുണ്ടുതോട് വാദപ്രതിവാദം 974 നടന്നിട്ടില്ല. അതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുള്ള വ്യവസ്ഥ കുണ്ടുതോട് വാദപ്രതിവാദം അതുവരെ നടന്നിട്ടില്ല. അതിനുവേണ്ടി തയ്യാറാക്കിയതാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ പോലെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കൽ ശിർക്കാണ് എന്ന മുജാഹിദുകൾ. ശിർക്കല്ല, മുബാഹ് ബ്രാക്കറ്റിൽ അനുവദനീയം ആണെന്ന് സുന്നികൾ. അവരൊന്നും സുന്നിയല്ല. ആലോചിച്ചോക്ക്, ഏതാപ്പ സുന്നി? അപ്പൊ ചിലപ്പോ പറയും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതൊരു മലയാള വാക്കാണല്ലോ, അതിന് പല അർത്ഥല്ലേ? യാചന, അപേക്ഷ, ഹർജി കൊടുക്കുക, അങ്ങനെ കുറെ അർത്ഥല്ലേ? അപ്പൊ ഒരർത്ഥത്തിലാണ് ഇയാൾ ഉദ്ദേശിച്ചത്, വേറെ അർത്ഥത്തിലാണ് ഇയാൾ ഉദ്ദേശിച്ചത്. ആലോചിച്ചു. സാധാരണ അപേക്ഷയ്ക്ക് നമ്മൾ പ്രാർത്ഥന അറിയോ? ഇപ്പൊ നമ്മൾ ഹോട്ടലിൽ കയറിയിട്ട് ഒരു ചായക്കോട് ഒരു ലൈറ്റ് ചായ വരട്ടെ, ആമീൻ അറിയോ? പ്രാർത്ഥനയാണ്. പോലീസ് സ്റ്റേഷനിൽ ഇയാതി പരിപാടികൾ മൈക്ക് പെർമിഷൻ കൊടുക്കും കേട്ടോ, ഒക്കെ കഴിഞ്ഞിട്ട് ആമീൻ. പോലീസ് സ്റ്റേഷനിൽ പെർമിഷൻ കൊടുത്തല്ലേ അപേക്ഷ കൊടുത്തിട്ട് ആമീൻ ഇല്ല. പ്രാർത്ഥന അല്ല, അത് കേവല അപേക്ഷ. അതിന് മുസ്ലിങ്ങൾ പ്രാർത്ഥന എന്ന് പറയോ? ഇല്ല, ഞാൻ പറയല്ല. ഇത് ഇസ്തിഗാഥ എന്ന സുലൈമാൻ സഖാഫി മാളിയേക്കലിന്റെ പുസ്തകമാണ്. ഇതിന്റെ 36-ാമത്തെ പേജിൽ ഇയാൾ പറയുന്നത് കേട്ടോളൂ. എന്താ പറയുന്നത്? ആരാധനയുടെ പൊരുൾ ഉൾക്കൊള്ളുന്ന അർത്ഥനക്ക് മാത്രമേ പ്രാർത്ഥന എന്ന് മുസ്ലിങ്ങൾ പ്രയോഗിക്കാറുള്ളൂ. പ്രാർത്ഥന എന്ന് മുസ്ലിങ്ങൾ പ്രയോഗിക്കൽ എന്തിനാ? കേവലം അപേക്ഷക്കല്ല, കേവലം അർത്ഥനക്കല്ല. പിന്നെയോ ആരാധന പൊരുൾ ഉൾക്കൊള്ളുന്ന അർത്ഥനക്ക് മാത്രമാണ് മുസ്ലിങ്ങൾ പ്രയോഗിക്കുന്നത്. അപ്പോ എളമരം സഖാവി മുസ്ലിമാണല്ലോ, കാന്തപുരം മുസ്ലിമാണല്ലോ, പൊന്മള മുസ്ലിമാണല്ലോ. ഇവരൊക്കെ എന്തിനെ പ്രയോഗിക്കുള്ളൂ? ആരാധനയുടെ പൊരുൾ ഉൾക്കൊള്ളുന്ന അർത്ഥനക്ക്. അത് പറ്റൂല എന്ന് അയാള് പറ്റുന്നു പോലെ നമ്മൾ പറഞ്ഞ അക്കാര്യത്തിൽ എളമരം സഖാവി പറഞ്ഞാണ് ശരി, കാര്യം ആര് പറഞ്ഞാലും സ്വീകരിക്കണമല്ലോ. ഇനി സഹോദരങ്ങളെ, മറ്റൊരു പ്രശ്നം, നമ്മളെല്ലാവരും സുന്നി മുജാഹിദ് തർക്കല്ല, നിസ്കാരത്തിൽ നമ്മൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്നിങ്ങനെ ഹിദായത്തിന് വേണ്ടി നമ്മൾ ചോദിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച ആളുകളുടെ മാർഗത്തിലാവണമെന്ന് അല്ലാഹുവോട് നമ്മൾ ചോദിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിന്റെ മുമ്പായി നമ്മൾ പ്രതിജ്ഞ എടുക്കും. എന്താ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹ്, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇവിടെ സഹായം തേടാറിഞ്ഞാല് നമ്മുടെ കയ്യിൽ കാശില്ലാത്തപ്പോ കടൽ വേറെ ആളോട് എല്ലാ ആളോട് ചോദിക്കുന്നതാണോ? അല്ല. നമ്മുടെ വീട് പണിക്കൊരാളെ വിളിക്കലാണോ? അല്ല. പിന്നെ രോഗം വന്ന ഡോക്ടറിൽ പോലാണോ? അല്ല. ഇവിടെ സഹായത്തേട്ടങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥനയാണ്. മരിച്ചുപോയ കോഴിക്കോട് വലിയ ഖാദി പോലും അയാളുടെ പരിഭാഷയിൽ എഴുതിയിട്ടുണ്ട്. എന്ത്? ഇവിടെ ഉദ്ദേശം പ്രാർത്ഥനയാണ്. അപ്പോ നിന്നോട് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നാണ് അതിന്റെ താല്പര്യം. പക്ഷേ ഒരു മൊയ്ലിയാർ അതിലും നടത്തിയ കൃത്രിമങ്ങൾ ആലോചിച്ച് നോക്കണം. എന്ത്? ഹംസക്കോയ ബാക്കബി മൂന്നിയൂർ എന്ന് പറയുന്ന ആള് സുന്നത്ത് ജമാഅത്ത് ഖുർആൻ എന്ന് പറയുന്ന ഈ പുസ്തകത്ത് പറയാണ്, കേട്ടോളൂ. നിനക്ക് ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്ന ആയത്തിന് നിന്നോട് മാത്രമെന്നാണ് അർത്ഥം. അതുകൊണ്ട് മറ്റുള്ളവരോട് ചോദിക്കാൻ പാടില്ലെന്ന് ചിലർ വാദിക്കുന്നുണ്ട്. എന്നാൽ ഈ ആയത്തിന്റെ അർത്ഥം നിനക്ക് ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ്. മാത്രം എന്ന അർത്ഥം ഇവിടെ ഇല്ല. അത് വിമർശകർ സങ്കല്പിക്കുന്നതാണ്.
അവിടെ മാത്രം എന്നില്ല, മാത്രം അർത്ഥം കിട്ടാൻ തഫ്സീർ, അറബി തഫ്സീർ ആണെങ്കിൽ ഇബ്നു കസീർ പരിശോധിച്ചാൽ, ബൈലാവി പരിശോധിച്ചാൽ ഒക്കെ കാണാൻ സാധിക്കും. ഹസ്റുണ്ട് അവിടെ, അസ്റുണ്ട് അവിടെ. ഇരിക്കട്ടെ, മലയാളത്തിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞല്ലോ കോഴിക്കോട് വലിയ കാല പരിഭാഷ മാത്രമുണ്ട്. അപ്പൊ അയാളെ സുന്നത്ത് മാത്രം വിമർശകനാണോ? കെ വി മുഹമ്മദ് മുസ്ലിയാരുടെ പരിഭാഷ അതിൽ മാത്രമുണ്ട്, സുന്നത്ത് മാത്രം വിമർശകനാണോ? മഖ്ദൂമിന്റെ പരിഭാഷ മാത്രമുണ്ട്, അയാൾ സുന്നത്ത് മാത്രം വിമർശകനാണോ? ഇയാൾ പറഞ്ഞത് ആണ് എന്നാണ് ഹംസക്കോയ ബാക്കവി മൂന്നിയൂര്. അയാളുടെ സുന്നത്ത് മാത്ത് ഖുർആൻ എന്ന പുസ്തകത്തിൽ ഇനി വലിയൊരു വിമർശകങ്ങൾ കാണാൻ പോവാണ്. സുന്നത്ത് മാത്തിന്റെ വലിയൊരു വിമർശകൻ നമ്മൾ പേരോട് സഖാഫി പറയാൻ പോവാണ്. എന്ത്? ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ മാത്രം എന്ന അർത്ഥം ഉണ്ട്. അദ്ദേഹത്തിന് 2-3 സംസാരങ്ങളുടെ ഭാഗം ഒന്നിച്ച് നിങ്ങളൊന്ന് കാണുക, മാത്രം ശ്രദ്ധിക്കുക. ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയും. അല്ലാഹുവേ, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന നടത്തുന്നു. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുകയും ചെയ്യുന്നു. നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു, അല്ലെങ്കിൽ നിന്നോട് തന്നെ ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഈ അള്ളാഹുവിനോട് മാത്രം സഹായം ചോദിക്കുന്നു എന്ന് പറയാൻ കാരണം സഹായം മുഴുവനും അള്ളാഹുവിൽ നിന്ന് മാത്രം തന്നെയാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ പറയുന്നത് ഇയ്യാക നഅ്ബുദു, അല്ലാഹുവേ നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന നടത്തുന്നു. സുബ്ഹാനല്ലാഹ്, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന നടത്തുന്നു എന്ന് പറയുമ്പോ ആരാധിക്കാനുള്ള ഒരു കെൽപ്പും ശക്തിയും ഞങ്ങൾക്കുണ്ടെന്നൊരു അവകാശവാദമുണ്ടോ? ഇല്ല. വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിനക്ക് ഞങ്ങൾ ആരാധന നടത്തണമെങ്കിൽ അതിനുള്ള കഴിവ് നീ തന്നെ തരണം. ഞങ്ങളെ വിശ്വാസം എന്തറിയോ? ശരിക്കും പഠിക്കണം നിങ്ങൾ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ, എല്ലാ കാര്യങ്ങൾക്കും നിന്നോട് തന്നെ ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഇവിടെ നിങ്ങളൊരു വിവേചനമുണ്ടാക്കി. ചില കാര്യത്തിന് അള്ളാഹിനോട് മാത്രം, ചിലത് മറ്റുള്ളവരോട്. ഇത് വാസ്തവത്തിൽ ശിർക്കിലേക്ക് പോകുമോന്ന് നിങ്ങളാ ചിന്തിക്കേണ്ടത്. ഞങ്ങൾ പറയുന്നു എല്ലാ കാര്യത്തിനും അള്ളാഹിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സർവ്വകാര്യത്തിലും സഹായം ചോദിക്കുന്നു എന്ന് 17 പ്രാവശ്യം നിർബന്ധമായി 17 റകഅത്തുകളിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. നിന്നോട് മാത്രം ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം. ഇത് 17 തവണ നിസ്കാരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാ ഞങ്ങള്. ഹംസക്കോയ വാക്കവി ഞങ്ങളിൽ പെടൂലേ? സുന്നത്ത് മാത്തിന്റെ വിമർശകരാണ് അവിടെ മാത്രം അർത്ഥം പറയല്. അപ്പൊ പേരോടോ സുന്നത്ത് മാത്തിന്റെ വിമർശകനാണോ? അല്ലേ? നിങ്ങൾ പറയ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് സഹോദരങ്ങൾ, ഇതിലേതാ സുന്നത്ത് മാത്ത്? ഇത് ഒന്നല്ല ഉണ്ടാവുള്ളൂ. ഇത് അള്ളാഹുവിന്റെ കലാമിലാണ്, വിശുദ്ധ ഖുർആനിലാണ് ഈ തട്ടിപ്പണത്തുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരാൾ ഇല്ലാത്ത അർത്ഥം അവിടെ സങ്കല്പിച്ച് ഖുർആൻ പറഞ്ഞ എന്താ അവസ്ഥ? ഇല്ലാത്തൊരർത്ഥം വിശുദ്ധ ഖുർആൻ സ്വന്തമായി വ്യാഖ്യാനം ഒരാൾ നൽകിയാൽ നരകത്തിൽ അവൻ സീറ്റ് റിസർവ് ചെയ്തു കൊള്ളട്ടെ എന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അല്ലേ? എന്നിട്ടോ ഇവര് ഈ പറഞ്ഞത് ഹംസക്കോയ ബാക്കി പറഞ്ഞത് ശരിയാണെങ്കിൽ പേരോട് സുന്നത്ത് മാത്രം ശത്രുവാവണ്ടേ? ഖുർആനിൽ സ്വന്തമായി സങ്കല്പിച്ച് അർത്ഥം പറഞ്ഞ ആളാവണ്ടേ? സഹോദരങ്ങളെ, ഇക്കാര്യത്തിലും പേരോട് പറഞ്ഞത് ശരി. സംഗതി പേരോടാന്നുള്ളതുകൊണ്ട് നമ്മൾ ഒഴിവാക്കണം. അപ്പറഞ്ഞ മൂപ്പര പറഞ്ഞ ശരി. ഇനിയോ നമ്മൾ പറഞ്ഞല്ലോ പ്രാർത്ഥന അള്ളാഹുട് മാത്രമേ പാടുള്ളൂ. ഇത് പറഞ്ഞാല് ചിലപ്പോ നമ്മൾ ആൾക്കാർ പറയും അതിന് അള്ളാഹിനോടല്ല അവിടെ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഉണ്ട് എന്ന് ഞാൻ കേൾപ്പിച്ചു. ഇനി ചില ആൾക്കാർ പറയും ഇസ്തിഗാഥല്ലേ ചെയ്യുന്നുള്ളൂ. പ്രാർത്ഥനയ്ക്ക് ഇസ്തിഗാഥ എന്ന് പേരിട്ടുണ്ട്. പ്രാർത്ഥന അല്ലാതാവോ? ഇല്ല. നിങ്ങൾ നോക്ക്, അല്ലാഹ് പറഞ്ഞു ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. ഇൻ തദ്ഊഹും, നിങ്ങൾ അവരോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ ലാ യസ്മഉ ദുആഅകും, നിങ്ങളുടെ ദുആ അവരെ കേൾക്കില്ല. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി പറയുകയാണ് ഐ ഇൻ തസ്തഗീസു ബിഹിം ബിന്നവാഇബി, നിങ്ങളുടെ ജീവിതത്തിലെ ആപൽ സന്ദർഭങ്ങളിൽ, അപകടത്തിന്റെ സന്ദർഭങ്ങളിൽ നിങ്ങൾ അവരോട് ഇസ്തിഗാഥ ചെയ്താൽ,
ഇസ്തിഗാഥ ചെയ്താൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ആ ദുആ അവർ കേൾക്കൂല. അതായത് നിങ്ങളുടെ ആ പ്രാർത്ഥന, നിങ്ങളുടെ ആ ഇസ്തിഗാഥ അവർ കേൾക്കൂല. വലൗ സമിഉ, ഇനി കേട്ടുവെന്ന് സങ്കല്പിച്ചാലോ, ആ പ്രാർത്ഥന അവർ കേട്ടുവെന്ന് സങ്കല്പിക്കുക, ആ ഇസ്തിഗാഥ അവർ കേട്ടുവെന്ന് സങ്കല്പിക്കുക. മസ്തജാബു ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യില്ല. നിങ്ങളുടെ ആ ഇസ്തിഗാഥക്ക് അവർ ഉത്തരം ചെയ്യൂല, നിങ്ങളുടെ ആ ദുആക്ക് അവർ ഉത്തരം ചെയ്യൂല, നിങ്ങളുടെ പ്രാർത്ഥനക്ക് അവർ ഉത്തരം ചെയ്യൂല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും, പരലോകത്ത് നിങ്ങളുടെ ആ ശിർക്കിനെ അവർ നിഷേധിക്കും. ഏതാ ശിർക്ക്? അവരോട് പ്രാർത്ഥിച്ചില്ലേ, അവരുടെ ഇസ്തിഗാഥ ചെയ്തില്ലേ, അവരുടെ സഹായം തേടിയില്ലേ, അതിനെ നമുക്ക് ആലോചിച്ചൂടെ സഹോദരങ്ങളെ? ഇനി നിങ്ങൾ ആലോചിച്ചോ, ഇസ്തിഗാഥ എന്ന് പേരിട്ടോ രക്ഷപ്പെടോ? പെട്ടെന്ന് മനസ്സിലായ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ നമ്മള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നമുക്ക് എല്ലാവർക്കും മാതൃക ഉണ്ടല്ലോ, തർക്കമില്ലല്ലോ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന പലരോടും സഹായം തേടിയിട്ടുണ്ടല്ലോ. മുജാഹിദിനോട് പറയും, ഇവർക്ക് മൊയ്തീൻ ശൈഖിനോട് തേടിയാ ശിർക്ക്, മൊയ്തീൻ ശൈഖിനോട് തേടിയാ ശിർക്ക്. എന്നാ രോഗം വന്ന ഡോക്ടർ അടുത്ത് പോയാലോ അത് ശിർക്കല്ല. ആ വ്യത്യാസങ്ങൾ ശരിക്കും മനസ്സിലായിക്കോളെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോ ആരോടൊക്കെ സഹായം തേടി? വഹീ കിട്ടി പേടിച്ചു വന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യയോട് ഖദീജ റളിയല്ലാഹു തആല അൻഹയോട് സഹായം തേടിയില്ലേ? സഹായം തേടി. എന്നാൽ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് മഹദി ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്തായി പോയി. ആ വഫാത്തായി പോയ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യയോട് ഇസ്തിഗാഥ ചെയ്ത രേഖയുണ്ടോ? ഇല്ല. അപ്പൊ എന്തേ ഒന്ന് ശിർക്കും മറ്റേ ശിർക്ക് അല്ലാതായി? അത് മനസ്സിലായിക്കോളെ. ഇനിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധം പ്രവാചകൻ ഒറ്റക്കാണോ നടത്തിയത്? അല്ല. 300 ചില്ലാനം വരുന്ന സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുണ്ട്. അപ്പൊ അവരെയും സഹാബത്തിനെയും കൂടെ കൂട്ടിയത് അവരുള്ള സഹായത്തേട്ടമാണല്ലോ, അവരോട് കൂടിയാലോചിച്ചിട്ടുണ്ടല്ലോ, അതൊരു സഹായത്തേട്ടമാണല്ലോ. എന്നാൽ ആ യുദ്ധത്തിൽ 10-14 സഹാബത്ത് ശുഹദാക്കളായി, രക്തസാക്ഷിത്വം വരിച്ചു. ആ രക്തസാക്ഷിത്വം വരിക്കുന്നതിന് മുമ്പ് അവരോടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായം തേടിയിട്ടുണ്ട്. അങ്ങനെയാണ് അവർ യുദ്ധത്തിന് വന്നത്. എന്നാൽ രക്തസാക്ഷികളായ ആ യുദ്ധത്തിൽ ഷഹീദായ 14 ശുഹദാക്കൾ ആരോടെങ്കിലും ഒരാളോടെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായ ശേഷം ഇസ്തിഗാഥ ചെയ്തില്ല. അതാണ് വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ജീവിച്ചിരിക്കുന്നുള്ള സഹായമുണ്ടല്ലോ, അത് മരിച്ചു, അത് മുസ്ലിങ്ങളോട് നടത്തിയിട്ടുണ്ട്, അമുസ്ലിങ്ങളോട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ട്. ഹിജ്റ പോകുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹായം തേടി. അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന അമുസ്ലിമായ മനുഷ്യനോടും വഴി കാണിക്കാൻ വേണ്ടി സഹായം ചോദിച്ചു. അപ്പോ അത് മുസ്ലിമിനോടും തേടിയിട്ടുണ്ട്, അമുസ്ലിമിനോടും തേടിയിട്ടുണ്ട്. എന്നാൽ മരിച്ച ഏതെങ്കിലും മുസ്ലിമിനോടോ അമുസ്ലിമിനോടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗാഥ ചെയ്തിട്ടില്ല. മുജാഹിദീങ്ങളോ മരിച്ചുപോയ മുസ്ലിങ്ങളോട് ഇസ്തിഗാഥ ചെയ്യാറില്ല, അമുസ്ലിങ്ങളോടും ഇസ്തിഗാഥ ചെയ്യാറില്ല. നമ്മുടെ മുസ്ലിയാക്കന്മാരെന്താ പഠിപ്പിക്കുന്നത്? മരിച്ചുപോയ അമുസ്ലിങ്ങളോട് പറ്റൂല, മുസ്ലിങ്ങളോട് പറ്റും. അതിനെവിടെ രേഖ? ഒരു രേഖയും ഇല്ല, ഒരു രേഖയും അതിനില്ല എന്ന കാര്യം വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം. ഇനി പോയി എവിടെത്തിയോ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറയാൻ പോവാണ്, ശ്രദ്ധിക്കുക. മൂപ്പര് പറയാണ്, ഞാനും ഉള്ളാൾ തങ്ങളും കൂടെ വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരിയുടെ ഖബറിങ്ങ ചെന്നു. എന്നിട്ടോ ആ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരിയോട് ഞാൻ പറഞ്ഞു, അജിസ്നി ലിതദ്രീസിൽ ഹികം, നിങ്ങളുടെ ഹിക്കം എന്ന ഗ്രന്ഥം പഠിപ്പിക്കാൻ നിങ്ങൾ എനിക്ക് അനുവാദം തരണം. എന്നിട്ട് മൂപ്പർ പറയുന്നത്, മരിച്ചുപോയ ആൾക്കാരുടെ അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? പറ്റും തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിർന്നോണേ, കേട്ടോളിയ ഭാഗം. അല്ലാഹു ചെയ്ത നിഅമത്ത് അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, അല്ലാഹു ചെയ്ത നിഅമത്ത് എടുത്തു പറയണം എന്ന കൽപ്പന പ്രകാരം സാധുവായ വിനീതനായ ഞാൻ പറയുന്നു. ഞാനും ഉള്ളാൾ തങ്ങളും കൂടി ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അടുക്കൽ പോയി സിയാറത്ത് ചെയ്തു. സിയാറത്ത് കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളോട് പറഞ്ഞു, അജിസ്നി ലിതദ്രീസിൽ ഹികം, അങ്ങയുടെ ഹിക്കം എന്ന കിതാബ് ദർസ് നടത്താൻ
എനിക്ക് ഇജാസത്ത് തരണം. ബഹുമാനപ്പെട്ട ഉള്ളാട്ടങ്ങളും പറഞ്ഞു അങ്ങനെ തന്നെ, ഞങ്ങൾക്ക് ഇജാസത്ത് തരണം. ആരോട് പറയുന്നു? ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരിയോട് തന്നെ. ആർക്കും സംശയം വേണ്ട, അങ്ങനെ മരിച്ചവരോട് പറയാമെന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? അങ്ങനെ മരിച്ചുപോയവരോട് പറയാമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്നുള്ളത് ശരി. ഇസ്ലാം പഠിപ്പിക്കുന്നത് നോണ അല്ലേ? ഇസ്ലാം എവിടെ പഠിപ്പിക്കുന്നത്? എവിടെയും പഠിപ്പിച്ചിട്ടില്ല. വെറുതെ തട്ടി വിടന്നെ. മുദ്ദാഹക്കാണ് എത്ര നോണയും പറയാന്നാണല്ലോ പോളിസി. പിന്നെ ബുദ്ധായിട്ടില്ലാക്കൂലല്ലോ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക് സഹോദരങ്ങളെ, ഇയാള് ഒരു സംഗതി മനസ്സിലാക്കേണ്ടത്, പിന്നെ ഇനിയിപ്പോ ഇയാള് ചോദിച്ചത് അയാൾ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി കേട്ടു എന്ന് വിചാരിക്ക്, സങ്കല്പിക്കുങ്ങള്. എന്നാൽ എങ്ങനെ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി ഇയാളോട് പറയാ ശരി ഞങ്ങൾക്ക് ഇജാസത്ത് തന്നിരിക്കുന്നു? അയാൾ പറയണ്ട് എങ്ങനെ അറിയോ? ഞാൻ ഉറക്കത്ത് കണ്ടാണ്. പറയുന്നുണ്ട്. ഇതിന്റെ ബാക്കിയത് നമുക്ക് പറയാണ്, എനിക്ക് അന്ന് ഉറക്കം വന്നില്ല, പിറ്റേന്ന് ഞാൻ ഉറങ്ങിയപ്പോ ഉറക്കത്തിൽ എന്റെ അടുക്കൽ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി വന്നിട്ട് പറഞ്ഞു അജസ്തുക, നിങ്ങൾക്ക് ഞാൻ ഇജാസത്ത് തന്നിരിക്കുന്നു. ഉറക്കത്ത് കണ്ടാ പോയി ഇസ്തിഹാസക്ക് തെളിവേ. എന്നാ ഇയാളെന്നെ എഴുതിയിട്ടുണ്ട്. ശാഫിഈ മദ്ഹബ് എന്ന പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാരുടെ ഈ പുസ്തകത്തിന് അവതാരി എഴുതി കൊടുത്ത് ഇയാൾ പറഞ്ഞ വാചകം വായിച്ചരാ, കേട്ടോളൂ. അമ്പിയാക്കൾ ഒഴിച്ചുള്ളവരുടെ സ്വപ്നങ്ങൾ ഇസ്ലാമിൽ രേഖയല്ല. അമ്പിയാക്കൾ ഒഴിച്ചുള്ള ആളുകളുടെ സ്വപ്നം ഇസ്ലാമിൽ രേഖയല്ല. സ്വപ്നം അടിസ്ഥാനമാക്കി ശറയിൽ ഒരു നിയമം സ്ഥിരപ്പെടില്ലെന്ന് ചുരുക്കം. ഇസ്ലാമിക വിധികൾ കർമ്മശാസ്ത്ര നിദാനങ്ങളിൽ വാജിബ്, സുന്നത്ത്, ഹറാമ്, കറാഹത്ത്, മുബാഹ് എന്നിങ്ങനെ 5ആയി വിഭജിച്ചിട്ടുണ്ട്. ഒരു കാര്യം വാജിബെന്നോ സുന്നത്തെന്നോ മറ്റോ തീരുമാനിക്കുന്നതിനുള്ള രേഖയായി സ്വപ്നം അവലംബിച്ചുകൂടാ. എന്നാൽ അംബിയാഇന്റെ സ്വപ്ന ദർശനം രേഖയായി പരിഗണിക്കുന്നതാണ്. സ്വഹാബിയുടെ സ്വപ്നവും രേഖയായി പരിഗണിക്കപ്പെടില്ല. റസൂൽ അമ്പിയാക്കളുടെ മാത്രമേ പറ്റുള്ളൂ, സഹാബികളുടെ പോലും പറ്റൂല. അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വപ്നം മാത്രം വാങ്ങിയ തെളിവായി പണ്ഡിതന്മാർ അംഗീകരിക്കാതിരിക്കാൻ ഇതാണ് കാരണം. അവിടെ സ്വപ്നത്തോട് യോജിച്ചു കൊണ്ടുവന്ന വഹിയാണ് വാസ്തവത്തിൽ തെളിവാകുന്നത്. മുഗ്നിയിലും നിഹായയിലും ഇത് സംബന്ധമായി പറഞ്ഞത് ശ്രദ്ധേയമാണ്. എന്ന് പറഞ്ഞാൽ അമ്പിയായിന്റേതല്ലാത്ത സ്വപ്നം അത് തെളിവിന് പറ്റൂല, കാന്തപുരത്തിന്റെ പറ്റും. ഇസ്തിഹാദകളുടെ തെളിവിന്റെ കോലാണ്. ഇനി നിങ്ങൾ പറയും, ചിലപ്പോ സംശയിക്കുണ്ടാവും, ചില മുജാഹിദീങ്ങളല്ലാതെ ചില സഹോദരങ്ങൾ നിഷ്പക്ഷമായി വിലയിരുത്തുന്ന ആൾക്കാർ, പടച്ചോനെ നമ്മൾ അള്ളാന്റെ റസൂലിനോട് പ്രാർത്ഥിക്കാന്ന് വാദമുണ്ടോ അവിടെ? അങ്ങനെ നമ്മൾ നടത്തുന്നുണ്ടോ? സഹോദരങ്ങൾ, നിങ്ങൾ കാണാൻ പോവാണ്. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് തങ്ങളെ മുജാഹിദീങ്ങൾ പലവട്ടം കണ്ടുണ്ടാവും, തീരെ കാണാത്തവരുണ്ടാവും. തങ്ങളെ എന്നും പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുന്ന രംഗം, അള്ളാഹിനോട് ചോദിക്കേണ്ട അതേ കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന വേദനാജനകമായ ആ രംഗം കാണൂ സഹോദരങ്ങളെ. അങ്ങ് മദീനത്ത് കിടക്കുന്ന തങ്ങള് സാധുക്കളാണ് തങ്ങള്. ഞങ്ങളെ സദസ് കാണുന്നല്ല തങ്ങള്, ഞങ്ങളെ അവസ്ഥ കാണുന്നല്ല തങ്ങള്. ഇത്ര മണിക്കൂറായി വന്നിരിക്കുന്ന തങ്ങള്, ഞങ്ങളെ വിഷമം അറിയുന്ന തങ്ങള്, ഞങ്ങളെ ബേജാററിയുന്ന തങ്ങള്. ഞങ്ങൾക്ക് പരിഹാരം വേണം തങ്ങള്. വിഷമങ്ങളുണ്ട് തങ്ങള്, പ്രയാസങ്ങളുണ്ട് തങ്ങള്, പ്രായമായ പെൺമക്കളുണ്ട് തങ്ങള്, ഒരുപാട് കടമുണ്ട് തങ്ങള്. എത്രയോ കാര്യം റബ്ബിനോട് ഞങ്ങൾ എണ്ണി പറഞ്ഞല്ല തങ്ങള്. ഇതിനൊക്കെ ഞങ്ങൾക്ക് ഫത്ഹ് വേണം തങ്ങള്, വിജയം വേണം തങ്ങള്, ഇജാബത്ത് വേണം തങ്ങള്. ഞങ്ങൾ ദോഷികളാണ് തങ്ങള്, പാപികളാണ് തങ്ങള്. പാവങ്ങളെ കള്ള പൊറുക്കണം തങ്ങള്, റെക്കമെൻഡ് ചെയ്യണം തങ്ങള്, സഹായിക്കണം തങ്ങള്, കൈ പിടിച്ച് രക്ഷിക്കണം തങ്ങള്. ഞങ്ങൾ വഷളാക്കല്ല തങ്ങള്. മത്തീങ്ങളോട് സ്നേഹമുള്ള തങ്ങള്, അവിടുത്തെ സ്നേഹിച്ച് കൂടിയവരാണ് തങ്ങള്. ഇത്ര ദൂരത്തുനിന്ന് വന്നവരാണ് തങ്ങള്. ഇത്ര മണിക്കൂറായിരിക്കുന്നു തങ്ങള്. കരുണയുടെ നോട്ടം വേണം തങ്ങള്, അവിടുത്തെ പൊരുത്തം വേണം തങ്ങള്. ഞങ്ങൾ ഹായിബാക്കല്ല തങ്ങള്, അമലുകളില്ല തങ്ങള്, കുറവാണ് തങ്ങള്. അതുകൊണ്ട് വിജയിക്കണം തങ്ങള്. ഞങ്ങൾ അവിടെ നിന്ന് സഹായിക്കണം തങ്ങള്. മത്തീങ്ങളോട് സ്നേഹമുള്ള തങ്ങള്. ഞങ്ങളെ കൈവടിയല്ല തങ്ങള്.
സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്. കത്താതെ തങ്ങളെ കണ്ണു വെച്ച് കൊടുത്ത തങ്ങള്, കത്താതെ തങ്ങളെ കണ്ണു വെച്ച് കൊടുത്ത തങ്ങള്, കയ്യിൽ നിന്ന് വെള്ളം കൊടുത്ത തങ്ങള്, പൂർണ്ണചന്ദ്രൻ 2 പളർപ്പാക്കിയ തങ്ങള്, ഇത്രയോ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട തങ്ങള്, ലോകത്തിന് റഹ്മത്തായി വന്ന തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്. സാധുക്കളാണ് തങ്ങള്, സാധുക്കളാണ് തങ്ങള്, കൈവടിയല്ല തങ്ങള്, സാധുക്കളാണ് തങ്ങള്. രക്ഷിക്കണ തങ്ങള്, ഞങ്ങളെ രക്ഷിക്കണ തങ്ങള്, ഞങ്ങളെ രക്ഷിക്കണ തങ്ങള്. അത് വലിയ വളർമയുള്ള തങ്ങള്, സ്നേഹിച്ച തങ്ങള്, ഒരാര്യപടയ തങ്ങള്, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, ഉടയ തങ്ങള്, അവരുடைய തങ്ങള്. അവിടത്തേക്ക് വേണ്ടിയാണ് ലോകത്തെ അല്ലാഹു പടച്ച തങ്ങള്. സാധുക്കളാണ് തങ്ങള്, നിങ്ങളെ കൈവടിയല്ല തങ്ങള്, ആദികളാണ് തങ്ങള്, ദോഷികളാണ് തങ്ങള്, രക്ഷപ്പെടുത്തല തങ്ങള്. നിങ്ങളെ ശ്രദ്ധിച്ചില്ലേ? നിങ്ങള് എന്താണ് ഈ പറഞ്ഞത്? ഈ ഓരോ കാര്യങ്ങളും അള്ളാനോട് നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങളല്ലേ? ആരോടായി ചോദിച്ചത്? തങ്ങളെ, തങ്ങളെ. ആരായി തങ്ങള്? അള്ളാന്റെ പേരാണോ തങ്ങള്? അള്ളാനെയാണോ ഈ വിളിച്ചത്? അല്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ വിളിച്ചത്. ഇത് പറയുമ്പോ നമ്മൾ മുജാഹിദുകളും അല്ലാത്തവർ മനസ്സിലാക്കേണ്ടത്, മുജാഹിദുകളല്ലാതെ ആരുണ്ട് ഇവിടെ പറഞ്ഞു കൊടുക്കാൻ? ഈ നിലയ്ക്ക് പച്ചയായി ശിർക്കിലേക്ക് സമൂഹം പോകുമ്പോ ചിലർക്കത് ശാഖാപരമാണ്, ചിലരത് കാണുന്നില്ല. ചില ആളുകൾ എന്നിട്ടും വേറെയും പലതും പറഞ്ഞ് ഇത് പറയുന്ന മുജാഹിദുകൾക്കെതിരെ ആക്ഷേപ സ്വരങ്ങളുമായി നടക്കുമ്പോ ഈ സമൂഹം എത്തിപ്പെട്ടിരിക്കുന്ന ഈ അപകടത്തിന്റെ ആടും മനസ്സിലാക്കി മുജാഹിദ് പ്രസ്ഥാനമാണ് ഈ സമൂഹത്തെ നേരായ പാതയിലേക്ക് ക്ഷണിക്കുന്നത് എന്ന് സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഒറ്റപ്പെട്ട കേസല്ല, ഒറ്റപ്പെട്ട കേസല്ല. അടുത്ത നിങ്ങൾ കാണാൻ പോകുന്നുണ്ടാ വേറൊരു മൊയ്ലിയാരുടെ ദുആണ്. ഉപരെന്താ പറഞ്ഞത്? യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ് എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നമ്മൾ പറയും പ്രാർത്ഥന, ഇസ്തിഗാസ, തേട്ടം, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പല പേര് ഒക്കെ നിങ്ങൾ വിടി. നിങ്ങൾ ആലോചിക്കുക, നമ്മള് ആമീൻ എന്ന് പറയല എപ്പോഴാ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഹോട്ടലിൽ കയറിയിട്ട് ചായക്ക് ഓടിയിട്ട് ആമീൻ എന്ന് പറയോ? ഒരു ചായ പറ്റേ ആമീൻ എന്ന് പറയില്ല. ഇതേ പ്രാർത്ഥന അല്ല. പിന്നെ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ആമീൻ പറയാ. സുന്നി അങ്ങനെ തന്നെ, മുജാഹിദ് അങ്ങനെ തന്നെ. അല്ലാഹുമ്മ എന്ന് പറയുമ്പോ, റബ്ബന എന്ന് പറയുമ്പോ, റബ്ബി എന്ന് പറയുമ്പോ, അങ്ങനെ അല്ലാഹുവോട് പ്രാർത്ഥിക്കുമ്പോഴല്ലേ സുന്നിയും മുജാഹിദും ഒക്കെ ആമീൻ 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 എന്ന് പറയാറുള്ളത്. ഇവിടെ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു മുസ്ലിയാർ ദുആയിരുന്നു കൊടുക്കുകയാണ്. എന്നിട്ടോ എന്താ പറയുന്നത്? യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നടത്തുന്നത്. അതിന് ഖൗമ് ശ്രദ്ധിക്കണം, ഖൗമൈന് ആമീൻ 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 എന്ന് പറയുന്നു. നിഷ്പക്ഷതയോടെ വാശി വിട്ട് കക്ഷിവൈരാഗ്യം വെടിഞ്ഞ് നിങ്ങൾ ആലോചിക്കുക, ഈ ആമീൻ എന്ന് പറയുന്ന ആ സംഗതി ആരോടാ നമ്മൾ നടത്തേണ്ടത്? നമ്മൾ എന്ത് പേര് ഇപ്പൊ തൽക്കാലട്ടെന്ന് വെച്ചോളി. ആ ആമീൻ എന്ന് പറയുന്ന ആ സംഗതി അത് ആരോടാ നടത്തേണ്ടത്? അള്ളാഹിനോടല്ലേ? ആണ്. പക്ഷെ ഇവിടെ നടത്തുന്ന ആരോടാ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് കാണുക ആ ഭാഗം. ഞങ്ങളെ സ്വീകരിക്കണേ യാ റസൂലല്ലാഹ്, ഞങ്ങളെ ഏറ്റെടുക്കണേ നബിയേ. ഇവിടുത്തെ മജ്‌ലിസ് അവിടുത്തേക്കുള്ളതാണ് യാ റസൂലല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ഓരോ വരികളും അവിടുന്ന് ആസ്വദിച്ചിട്ടുണ്ടല്ലോ നബിയേ. ഞങ്ങളെ തവയല്ല യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ് വയാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഈ മജ്‌ലിസിൽ പങ്കെടുത്ത ഏതെല്ലാം സഹോദരിമാർ, ഏതെല്ലാം സഹോദരന്മാർ അവിടുത്തെ മഹബ്ബത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടുത്തെ സദസ്സിലേക്ക് നേർച്ചകളും സംഭാവനകളും സ്വർണ്ണാഭരണങ്ങൾ നൽകിയ ഏതെല്ലാം ആരെല്ലാം സ്ത്രീകളുണ്ടോ അവരോരോരുത്തരും അവിടുന്ന് അറിയാമല്ലോ നബിയേ. അവരെ ഏറ്റെടുക്കണേ റസൂലല്ലാഹ്. വെറുതെയാക്കല്ല നബിയേ. അവരുടെ കൽബിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ അവിടുന്ന് പൂർത്തീകരിച്ചു കൊടുക്കണേ നബിയേ. അതല്ലാതെ അവർക്ക് മോശമായ രൂപത്തിലുള്ള അവിടുന്ന് ആവശ്യപ്പെട്ടവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ നബിയേ. ഞങ്ങൾ അവിടുത്തെ മുഖം കാണിക്കാതെ ഈ ഭൂമി ലോകത്ത് നിന്നും മറക്കല്ലേ നബിയേ. ഇവിടെ സഹായിച്ച എല്ലാവർക്കും അതിന്റെ തൗഫീഖ് കൊടുക്കണേ റസൂലല്ലാഹ്. ഞങ്ങളെ വാക്കിലേരകളെ പ്രവൃത്തിയിലേരകളെ സദസ്സിലോ മജ്‌ലിസിലോ അവിടുന്ന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും വാക്കുകളോ പ്രവൃത്തികളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടുന്ന് മാപ്പാക്കണേ നബിയേ. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ, ഇത് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു കൊടുക്കണ്ടേ?
അദ്ദേഹം പറഞ്ഞു വാശിങ്ങൾ പിടി, കക്ഷിവൈരാഗ്യങ്ങൾ പിടി, എന്നിട്ട് നെഞ്ചത്ത് കൈവച്ചെന്റെ ബഹുമാനി രക്ഷിതാക്കളെ, സഹോദരന്മാരെ, നിങ്ങളൊന്ന് ആലോചിക്കുക. ഈ ആമീൻ എന്ന് പറയുന്ന ആ സംഗതി ആരോടെ നടത്തേണ്ടത്? ഇവിടെ ഈ ഖൗമ് ആമീൻ എന്ന് വളരെ ഭവ്യതയോടെ ഇഖ്ലാസോടെ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾ ആരോടാണ് നടത്തിയ ദുആകൾ? ആമീൻ എന്നത് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന സംഗതിയല്ലേ? നമ്മൾ ഇസ്തിഗാസ എന്ന് പേരിട്ടത് കൊണ്ട് ആ പ്രാർത്ഥന അല്ലാതിരിക്കുമോ? സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടല്ലാതെ പ്രാർത്ഥിച്ചാൽ, ആ പ്രാർത്ഥനയിൽ നമ്മൾ ആമീൻ പറഞ്ഞാൽ ശിർക്കാണത്. ശിർക്കല്ല ഒരിക്കലും പൊറുക്കാത്ത പാപമാണ്. ശാശ്വതമായി നരകത്തിലായി പോകും. ആ നരകത്തിലെത്തിപ്പെട്ടാൽ ശൈഖുനമാര് രക്ഷിക്കാനില്ല, മൗലാനമാർ രക്ഷയ്ക്കില്ല, സംഘടനാ ഭാരവാഹികൾ രക്ഷയ്ക്കില്ല, നേതാക്കന്മാരില്ല. അവനവന്റെ കാര്യവുമായി നഫ്സി നഫ്സി എന്നും പറഞ്ഞ് ഓടി നടക്കുന്ന ലോകമാണ് പരലോകം. അല്ലാഹു പറഞ്ഞില്ലേ, നേതാക്കന്മാരായ ആളുകള് പാവപ്പെട്ട അനുയായികൾ ഒഴിഞ്ഞു മാറിപ്പോകുന്ന രംഗം പരലോകത്തെ സംബന്ധിച്ച് അല്ലാഹു പറയുകയാണ്. ആ സമയത്ത് ശിക്ഷ നേരിൽ കാണുന്നു, സർവ്വബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നു. ആ സമയത്ത് സാധുക്കളായ അനുയായികളായ ആളുകളുണ്ടല്ലോ, ഈ ശൈഖുനമാരും മൗലാനമാരും പറഞ്ഞത് ശരിയായിരുന്നു എന്ന് ധരിച്ചുകൊണ്ട് ജീവിച്ചു പോയ, അങ്ങനെ മരിച്ചു കഴിഞ്ഞ ആളുകളുണ്ടല്ലോ, ലോകത്തെ ആ മനുഷ്യന്മാരുണ്ടല്ലോ, അവർ പറയും ഒന്നുകൂടെ നീ ഞങ്ങൾ മടക്കിക്കൊണ്ട ദുനിയാവിലേക്ക് ഒന്നുകൂടെ തിരിച്ചയക്കുന്നാഥ. ഇപ്പോ ആ നേതാക്കന്മാർ ഞങ്ങളെ കൈയൊഴിഞ്ഞ പോലെ ഞങ്ങൾ അവരെ കൈയൊഴിഞ്ഞുകൊള്ളാം, ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊള്ളാം. നാഥ, നീ ഒന്ന് ദുനിയാവിലേക്ക് മടക്കിക്കൊണ്ട എന്ന് റഹ്മാനായ റബ്ബിനോട് പറയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോ, ഇവിടെ റബ്ബ് നൽകിയ വെള്ളം കുടിച്ച്, റബ്ബ് നൽകിയ വായു ശ്വസിച്ച്, റബ്ബ് നൽകിയ അന്നം കഴിച്ച് കഴിയുമ്പോ ആലോചിച്ചോളൂ സഹോദരങ്ങളെ, മരണപ്പെട്ടിട്ട് പരലോകത്തെത്തിയിട്ട് പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല എന്നത് സാന്ദർഭികമായി ഉണർത്തുകയാണ്. വാശി വിടുക, കക്ഷിവൈരാഗ്യം വിടുക, യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിലേക്ക് മടങ്ങുക. ആ സുന്നത്ത് ജമാഅത്തിന്റെ പ്രമാണങ്ങളിൽ അല്ലാഹുവോടല്ലാതെയുള്ള പ്രാർത്ഥനയില്ല. ഇത് മുജാഹിദീങ്ങൾ പറഞ്ഞാൽ എന്താണ് മുസ്ലിയാക്കന്മാരെ പോക്കുന്നറിയോ? സുബ്ഹാനല്ലാഹ്, നമ്മളെ പേരോട് സഖാഫി പറയാൻ പോവാ. എന്ത് ഇത് മുജാഹിദീങ്ങൾ തുറന്നാണ് പറഞ്ഞ മൂപ്പര് പറയാണ്, മുജാഹിദീങ്ങൾ പ്രാർത്ഥിച്ച അല്ലാഹു ഉത്തരം ചെയ്യോ? എങ്കിലൊന്ന് ദുആർക്ക്. എന്ത് പേരോട് നശിക്കട്ടെ, അല്ലാഹുവോട് ദുആർക്കാനേ. എന്റെ സഹോദരങ്ങളെ, ബഹുമാന രക്ഷിതാക്കളെ, നിങ്ങൾ ആലോചിച്ചോളി, ഇങ്ങനെ ഒരു മൊയ്യാര് പറയുന്ന അവസ്ഥ. പേരോട് നശിക്കട്ടെ, ദുആ ചെയ്തോളി. കേൾക്കുക, ഉത്തരം ചെയ്യോ? ചെയ്യെങ്കിലൊന്ന് ദ്വാരക്ക്. പേരോട് നശിക്കട്ടെ, ഇന്ന് ദ്വാരക്ക് മുജാഹിദീങ്ങൾ. പേരോട് ഇങ്ങനെ നശിക്കട്ടെ, എന്ത് ദ്വാരക്ക്? ഇപ്പൊ നശിക്കട്ടെ, എന്ത് ദ്വാരക്ക്? നമുക്ക് നോക്കാൻ ഉത്തരം കിട്ടുമോ? നിങ്ങളല്ലേ സാധാരണ ഓതലി? എന്ത് അതാ ഉദൂനി അസ്തജിബ് ലക്കും, എന്നോട് പ്രാർത്ഥിച്ചോളൂ ഉത്തരം തരാം. ഒന്ന് ദ്വാരക്ക് മൗലവിമാര്, പേരോട് ഇന്ന് നശിക്കട്ടെ. ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കുക. ഇയാളല്ലെങ്കിലും അപ്പ കഴിച്ചിലാണ് അത്രേ മൂപ്പർക്കുള്ളൂ. ഇയാളെ പോളിസി എങ്ങനെയാണ്? ബാക്കി മൂപ്പർ ആലോചിക്കും. അപ്പ വാദപ്രതിവാദമായാലും ഗണന പ്രസംഗം ആയാലും അല്ലെങ്കിലും അപ്പ തൽക്കാലം കഴിച്ചിലാണ്. പിന്നെന്തോ ബാക്കി അപ്പം നോക്കാന്നല്ലാതെ മൂപ്പർക്ക് ബാക്കി ആലോചിക്കുന്ന പരിപാടിയില്ല. നിങ്ങൾ ആലോചിച്ചോ, ഇത് വാശി വിട്ട് ആലോചിക്കുന്ന സഹോദരങ്ങൾ. ഒരാള്, ഒരു മുഅ്മിൻ അങ്ങനെ പറയാൻ പറ്റുമോ? എന്ത് നിങ്ങൾ എനിക്കെതിരെ പടച്ചോനോട് ദുആ ചെയ്തോളീ, എന്തിന് ഞാൻ നശിക്കട്ടെ ദുആ ചെയ്തോളി എന്നൊരു മുഅ്മിൻ പറയാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിക്കും. ഇങ്ങനെ ഒരു മനുഷ്യൻ പറയണമെങ്കിൽ അതിന്റെ അപകടകരമായ അവസ്ഥ എന്താ? പടച്ചോനെ വിശ്വാസമില്ല ഞാൻ പറയില്ല, പക്ഷെ എന്തായിരിക്കോ കേൾക്കുന്ന ആള് മനസ്സിലാക്കുക. അത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അല്ലാഹുവോട് നിങ്ങൾ ദുആ ചെയ്തോളി, ഞാൻ നശിക്കാൻ വേണ്ടി എന്നൊരു മനുഷ്യൻ പറയേ. മുജാഹിദീങ്ങളെ തോൽപ്പിക്കണം, അത്രേ ഉള്ളൂ. എന്നാ ഈ മുസ്ലിയാക്കന്മാർ ആരെങ്കിലും പരലോകത്ത് രക്ഷക്കുണ്ടോ? ഉണ്ടാവില്ല എന്നുള്ളത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇനി നിങ്ങൾ നോക്ക്, ഡിസംബറിൽ ഇറങ്ങിയ അൽ-ഇർഫാദ് മാസികയാണ്. ഈ അൽ-ഇർഫാദ് മാസികയിൽ രസകരമായ ഒരു സംഗതി എന്താ? ഈ മുസ്ലിയാക്കന്മാര് പോയി എവിടെ എത്തി എന്നുള്ളത് കേൾപ്പിക്കാനാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസിയുടെ വസീല എന്ന ലേഖനം. ഈ ലേഖനത്തില് ഒരു ഭാഗങ്ങൾ ശ്രദ്ധിച്ചോളിയേ. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടല്ലാതെ ചോദിക്കാൻ അർഹതയില്ല, അല്ലാഹുവിനോട് ചോദിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ അധികാരമുള്ളൂ. അള്ളാഹിനോട് ചോദിക്കാൻ നമുക്ക് എന്തില്ല, നമുക്ക് അധികാരമില്ല. ആർക്ക് മാത്രം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം. അപ്പൊ നമ്മളെ നിസ്കാരത്തിലെ ദുആകളോ
നിസ്കാരശേഷം കൂട്ടുപ്രാർത്ഥന ഇല്ല, ഒറ്റക്ക് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനകളോ അതൊക്കെ ഒഴിവാക്കണം. അല്ലേ? നിങ്ങൾ നോക്ക് എവിടേക്കാ ഈ സമൂഹത്തെ കൊണ്ടുപോണത്. നമ്മള് പേരോട് സഖാഫിനെ ദുആ ചെയ്യുന്ന രംഗം കാണാൻ പോണത്. എന്താ പറയുക? ദുആ ചെയ്യുന്ന ആരോടാ? അല്ലാ അല്ലാ റഹ്മാനെ റഹ്മാനെ. ആരെ റഹ്മാന്? ആരെ? അല്ലാ. അള്ളന്നെ. ആ അള്ളഹാനോട് ദുആ ചെയ്യണം. അപ്പൊ അത് പറ്റുമല്ലേ? നമുക്ക് അവകാശമില്ല. അവകാശമില്ലാത്ത കാര്യം പേരോട് ചെയ്യാൻ പോണ്. അൽ-ഇർഫാദിന്റെ ഭാഷയിലാ പറയുന്നത്, കേട്ടോ. അതിന്റെ വസ്തുത പറയാൻ വേണ്ടി ചെലവഴിച്ച ഈ സമയം നീ ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി കബൂൽ ചെയ്യണം റഹ്മാനേ. ഞങ്ങൾ നിന്റെ ദീന് മറച്ചു വെച്ചിട്ടില്ല, തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിന് നീ ഞങ്ങൾക്ക് മരണം വരെ തൗഫീഖും ആരോഗ്യവും ഏറ്റിത്തരണം റഹ്മാനേ. നാഫിയായ ഇൽമിനെ ഏറ്റിത്തരണം റഹ്മാനേ. ഞങ്ങൾ സാധുക്കളാണ്, അറിവ് കുറഞ്ഞവരാണ്, അമല് തീരെ ഇല്ലാത്തവരാണ് റബ്ബേ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ബറക്കത്ത് ചെയ്യണം റഹ്മാനേ. ഞങ്ങളെ സദസ്സിലും ബറക്കത്ത് ചെയ്യണം റഹ്മാനേ. ഞങ്ങളെ സ്ഥാപനങ്ങളിൽ ബറക്കത്ത് ചെയ്യണം റഹ്മാനേ. യാത്രയിൽ ബറക്കത്ത് ചെയ്യണം റഹ്മാനേ. ഞങ്ങളെ സന്താനങ്ങളിലും ശിഷ്യന്മാരിലും ഞങ്ങളുടെ എല്ലാ ചലനങ്ങളിലും ബറക്കത്ത് ചെയ്യണം റഹ്മാനേ. ഞങ്ങളുടെ സർവാവയവങ്ങളിലും ശരീരത്തിലും ആത്മാവിലും മനസ്സിലും ബറക്കത്ത് ചെയ്യണം റഹ്മാനേ. ആരായി റഹ്മാൻ? മൂപ്പര് പറയാം, നമ്മള് ദീന് മറച്ച് വെച്ചിട്ടില്ല റഹ്മാനെ. ദീന് മറച്ചു വെച്ചിട്ടേ ഉള്ളൂ. അല്ലല്ലാത്തൊരു ദ്വാരിക്കാൻ പാടില്ല. ഇവിടെ അല്ലല്ലാത്ത ദ്വാരിക്കാൻ ഇസ്തിഹാദൊക്കെ തെളിവുണ്ടാക്കണേ. അല്ലാണ്ട് ദ്വാരിക്കോളും നോണാ. ഇങ്ങോട്ടൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോഴെങ്കിലും സത്യസന്ധത പാലിക്കണ്ടേ? ഇരിക്കട്ടെ. എന്താണ് ആ പറഞ്ഞത്? റഹ്മാനെ അല്ലാ അല്ലാ. അവകാശമുണ്ടോ? അവകാശമുണ്ടോ? അൽ-ഇർഫാദ് പറഞ്ഞത് എന്താ? അവകാശമില്ല. അല്ലാഹുവോട് നേരിട്ട് ചോദിക്കാൻ ആർക്ക് അവകാശമുള്ളൂ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം. ഈ പ്രാർത്ഥിച്ച അല്ലാഹുവിന്റെ റസൂലാണോ? പേരോട് മൊയ്ലാരല്ലേ? അപ്പൊ പറ, ഞങ്ങള് തിരുത്തിക്കണല്ലോ. തിരുത്തിയെ പറയാൻ പറ്റൂല. തിരുത്തിയെ പറയാൻ പറ്റൂലേ? അപ്പൊ ശംസുദ്ദീൻ മാലത്തിന്റെ സീഡിയോ എന്നാ അത് നിർത്തി. എന്നിട്ട് നമ്മൾ ആലോചിക്കാതെ നിർത്തണോ വേണ്ടേ? അത് നിങ്ങൾ എന്ന് നിർത്തുന്നോ അത് നിർത്തിയാൽ നമ്മൾ ആലോചിക്കും നിർത്തണോ വേണ്ടെന്നുള്ളത്, കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ജിന്നുമായിട്ട് വല്ലാതെ മൈലേജ് കിട്ടൂല. നിർത്താൻ സമയമായിട്ടുണ്ട്. പടച്ചോങ്ങളെ കൊണ്ട് എഴുതിച്ചതും തീർത്തിച്ചതുമാണ്. മനസ്സിലായിക്കോട്ടെ. ഇനിയോ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് മുജാഹിദികൾ വികലമായി വിശ്വസിക്കുന്നു. എന്താ വിശ്വസിക്കുന്നത്? അല്ലാഹ്ക്ക് കൈയുണ്ട്, അല്ലാഹ്ക്ക് കാലുണ്ട്, അല്ലാഹ്ക്ക് കണ്ണുണ്ട് എന്ന് പറയുന്നവരാണ് മുജാഹിദീങ്ങള്. നമ്മളെ മുജാഹിദീങ്ങൾ ആ വിഷയം നിലപാടെന്ന് വെച്ചാൽ ഖുർആനിലും സുന്നത്തിലും വന്ന് അങ്ങനെ വിശ്വസിക്കും. നമ്മുടെ വക വ്യാഖ്യാനത്തിന് പോവില്ല, നമ്മുടെ വക വിശദീകരണത്തിന് പോവില്ല, നിഷേധിക്കാനും നമ്മൾ തയ്യാറല്ല. അപ്പൊ പറയും അല്ലാഹ്ക്ക് കൈയുണ്ട്, ഖുർആനിലും ഹദീസിലും വന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യൂല? നിഷേധിക്കൂല. ഞാൻ പറയട്ടെ, ആ വിഷയത്തിൽ മുജാഹിദീങ്ങൾക്ക് പുതിയ ആശയമൊന്നുമില്ല. അതിന്റെ പേരിൽ മുജാഹിദീങ്ങൾ പുത്തൻവാദികളും ബിദഈകളും ആവുകയാണെങ്കിൽ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജിലാനി റഹ്മഹുല്ലാഹ് അദ്ദേഹം പുത്തൻവാദിയാണ് നിങ്ങൾ പറയേണ്ടി വരും. അദ്ദേഹം ബിദഈയാണെന്ന് പറയേണ്ടി വരും. ബിദഈകളുടെ നേതാവാണെന്ന് പറയേണ്ടി വരും. അദ്ദേഹത്തിന്റെ അൽ ഹുന്നിയത്ത് എന്ന് പറയുന്ന കിതാബിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അദ്ദേഹം പറയാ, ലഹു യദാനി വകിൽതാ യദൈഹി യമീൻ. അവന് രണ്ട് കൈകളുണ്ട്, രണ്ടും വലത്താണ്. നമ്മൾ ഭാഗം എന്ന് പറയാനോ അതുപോലെ യാതൊന്നും വ്യാഖ്യാനിക്കാൻ ഇല്ല. എന്നിട്ട് അതിന് തെളിവ് ആയത്തോതിക്കൊണ്ടാണ് അദ്ദേഹം, ആയത്ത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്. എന്നിട്ട് പറയാ, എന്നിട്ട് മുസ്ലിയാക്കന്മാരെ കളിയാക്കൽ. നിങ്ങൾ നോക്ക്, എന്താ രണ്ട് കയ്യും വലത്തോ, എന്താണ് വികലാംഗൻ? അതെ, നിങ്ങൾ സൃഷ്ടിയോട് അല്ലാഹുവിനെ സാമ്യപ്പെടുത്തിയത് കൊണ്ട്, സദൃശ്യമാക്കിയത് കൊണ്ട്, തശ്ബീഹ് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് പറ്റിയ കുഴപ്പ. അങ്ങനെ പറയാൻ പാടില്ല. വലാ തദ്രിബൂലില്ലാഹിൽ അംസാൽ. അല്ലാഹു നിങ്ങൾ ഉപമ പറയാൻ പാടില്ല, ഒന്നിനോട് സാമ്യപ്പെടുത്താൻ പാടില്ല എന്നത് അല്ലാഹു പഠിപ്പിച്ചതാണ്. നമ്മൾ എങ്ങനെ ഖുർആനിൽ വന്നോ ഹദീസിൽ വന്നോ അങ്ങനെ വിശ്വസിക്കും.
എന്നിട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയാണ്? അതിലും മുജാഹിദുകൾക്ക് പുതിയതായി വിശ്വാസമില്ല. അല്ലാഹുവിന്റെ ഈ ശൈഖ് ജീലാനി പഠിപ്പിക്കുകയാണ്, വല്ലാഹു തആല അലൽ അർശി, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ സിംഹാസനത്തിലാണ്. വലാ യജൂസു വസ്ഫുഹു, അല്ലാഹുവിനെ വിശേഷിപ്പിക്കൽ അനുവദനീയമല്ല. ബിഅന്നഹു ഫീ കുല്ലി മകാൻ, അവൻ എല്ലായിടത്തുമുണ്ട് എന്ന് പറയൽ അനുവദനീയമല്ല. ബൽ യുഖാലു, മറിച്ച് അല്ലാഹുവിനെ സംബന്ധിച്ച് പറയപ്പെടേണ്ടത് ഇന്നഹു ഫിസ് സമാഇ ഫിൽ അർശി, അവൻ ഉപരിലോകത്ത് തന്റെ അർശിലാണ്. കമാ ഖാല ജല്ല ശഅനുഹു, അല്ലാഹു പറഞ്ഞ പോലെ അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ വിശ്വസിക്കലാണ് പറ്റിയത് എന്ന് ശൈഖ് ജീലാനി പറഞ്ഞിട്ടില്ലേ? തന്റെ ഹുജ്ജത്തിൽ പറഞ്ഞിട്ടില്ലേ? അതിനപ്പുറത്തേക്ക് ഒരു വിശ്വാസം ആ വിഷയത്തിൽ മുജാഹിദീങ്ങൾക്കില്ല. അതിന്റെ പേരിൽ മുജാഹിദീങ്ങൾ പുത്തൻവാദികളാവുകയാണെങ്കിൽ, മുജാഹിദീങ്ങൾ ബിദ്അകളാവുകയാണെങ്കിൽ, ഒന്നാം നമ്പർ ബിദ്അയെ എണ്ണിക്കോ ശൈഖ് ജീലാനി, വഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി. കഴിഞ്ഞില്ല. അദ്ദേഹം പറയും അല്ലാഹ് ഇറങ്ങി വരുമോ? അല്ലാഹ് ഇറങ്ങി വരുമോ? ഞങ്ങൾ വിശ്വസിക്കുന്നു ഇറങ്ങി വരും. എങ്ങനെ നമുക്കറിയില്ല. യൻസിലു റബ്ബുനാ തബാരക വ തആല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, രാത്രിയുടെ 1/3 സമയത്ത് അല്ലാഹു ഇറങ്ങി വരും. അത് എങ്ങനെ നമുക്കറിയില്ല, നിഷേധിക്കാൻ നമ്മൾ തയ്യാറുമല്ല. ഇതാണ് നമ്മൾ ആ വിഷയത്തെ മനസ്സിലാക്കേണ്ടത്. അതാണ് മുജാഹിദീങ്ങൾ സ്വീകരിക്കുന്നത്. ശൈഖ് ജീലാനിയും പറയുന്നു അത് തന്നെ. മൊയ്തീൻ ശൈഖ് പറയുന്നു, കേട്ടോളൂ. വഅന്നഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല യൻസിലു ഫീ കുല്ലി ലൈലത്തിൻ ഇല സമാഇ ദുനിയാ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. എങ്ങനെയെന്ന് പേരോട് മുസ്ലിയാരുടെ ചോദ്യമുണ്ടല്ലോ, ഏത് കോലത്തിലെന്ന് കുറ്റ്യാടിയുടെ ചോദ്യമുണ്ടല്ലോ, മുസ്ലിയാക്കന്മാരുടെ പരിഹാസമുണ്ടല്ലോ. ശൈഖ് ജീലാനി മറുപടി പറയുന്നു, കൈഫ ശാ വ കമാ ശാ, അല്ലാഹു ഉദ്ദേശിച്ച പോലെ, അല്ലാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരും. ഫയഗ്ഫിറു ലിമൻ അദ്നബ വ അഖ്തഅ, ഫയഗ്ഫിറു ലിമൻ അദ്നബ വ അഖ്തഅ വ അജ്റമ വ അസാ ലിമൻ യഖ്താറു മിൻ ഇബാദിഹി വ യശാ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന, അവൻ തിരഞ്ഞെടുക്കുന്ന, അവന്റെ തെറ്റ് ചെയ്ത അടിമകൾക്ക് അവൻ പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞ് കുറെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, ലാ ബിമഅനാ നുസൂലി ثوابي لا بمعنى نزول الرحمة وثوابه. അല്ലാഹു ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങും എന്ന അർത്ഥത്തിലല്ല, അല്ലാഹുവിന്റെ സവാബ് പ്രതിഫലം ഇറങ്ങും എന്ന അർത്ഥത്തിലല്ല. അലമദ്ദഅതുൽ മുഅ്തസില വൽ അശ്അരിയ, അശ്അരിയാക്കളോ മുഅ്തസിലിയാക്കളോ വാദിച്ച പോലെ പിന്നെന്താണ് അല്ലാഹ് ഇറങ്ങി വരും എന്ന് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇറക്കത്തെ സംബന്ധിച്ച് ശൈഖ് ജീലാനി പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തു പറയാണ്ട് ആ വിഷയത്തിൽ? ഇനി നിങ്ങളുടെ റിസാലയാണ് 996 ജനുവരി 5 റിസാല. ഇതിൽ EK മാഹിൻ സഖാഫി എന്നൊരു സഖാഫി ലേഖനം എഴുതിയിരിക്കുന്നു, പുണ്യങ്ങളുമായി ബറാത്ത് രാവ് എന്നൊരു വരാത്ത രാവുമായി ബന്ധപ്പെട്ട ലേഖനമാണ്. ഇതിൽ പറയാണ്, എന്താ കേട്ടോളൂ, ഈ രാത്രി അല്ലാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമങ്ങളുടെ എണ്ണത്തെക്കാൾ കൂടുതൽ പേർക്ക് പാപമോചനം നൽകുന്നതാണ്. തിർമിദി, അഹ്മദ്. അപ്പൊ എന്തായി? ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. നിങ്ങളെ റിസാല ഇനി വേറെയുണ്ട്. കിശേരിക്കാനായ കെ മജീദ് വൈസി, അദ്ദേഹത്തിന്റെ അഹ്ലുസുന്ന വൽ ജമാഅത്ത് 73 വിഭാഗം 72 വിഭാഗം എന്ന് പറഞ്ഞ ഈ പുസ്തകത്തിലും പറഞ്ഞു, കേട്ടോളൂ. ഒരിക്കൽ ഒരാൾക്ക് ഒരു മുസ്ലിമത്തായ വെള്ളാട്ടിയെ സ്വതന്ത്രയാക്കേണ്ട ആവശ്യം നേരിട്ടപ്പോൾ അയാൾ ഒരു മൂടയായ ഹബിശി പെണ്ണിനെ റസൂലിന്റെ സന്നിധാനത്തിൽ കൊണ്ടുവന്നു. അവൾ മുസ്ലിം തന്നെയാണോ എന്നറിയാൻ ആഗ്രഹിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവളോട് അല്ലാഹു എവിടെയാണെന്ന് ചോദിച്ചു. അവൾ മേൽപോട്ട് ബ്രാക്കറ്റില് ആകാശത്തിലേക്ക് തന്റെ വിരൽ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവൾ മുസ്ലിമത്ത് തന്നെയാണ്, കൊണ്ടുപോയിക്കൊള്ളുക. ബുഖാരി. ഇവൾ വഹാബിച്ചാണ് എന്നല്ല, മുഅ്മിനത്താണ്, കൊണ്ടുപോയിക്കോ. ഇതങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതിന്റെ അപ്പുറത്തേക്ക് വിശ്വാസം ഈ വിഷയത്തിൽ നമുക്കുണ്ടോ? ഇല്ല. ഇതിന്റെ പേരിൽ പേച്ചതാണെങ്കിൽ നിങ്ങൾ റിസാല പേക്കണ്ടേ, ഈ മജീദ് വൈസി പേക്കണ്ടേ, അതുപോലെ തന്നെ മൊയ്തീൻ ശൈഖിന് മുമ്പ് പേക്കണ്ടേ. ഇതിനൊന്നും മറുപടി ഉണ്ടാവില്ല. പിന്നെയും വരും ജിന്ന് വരിങ്ങൾ ജിന്നേറ്റ് കേട്ടോ. 2 മിനിറ്റ് കൊണ്ട് ഏർപ്പാട് നിർത്തിയിട്ട് ബാക്കി ഇതാണ് പറയും. അതിന്റെ സീസൺ കഴിഞ്ഞതായിരുന്നു. ഇനിയോ നമ്മൾ മനസ്സിലാക്കേണ്ടത്,
ഇവര് പരിചയപ്പെടുന്ന അള്ളാഹിനെ നമ്മൾ മനസ്സിലാക്കണം. അതെന്താണ്? ഇത് അജ്മീർ ഫക്കീർ ബീരാനോലെ പാപ്പ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കണ്ടുണ്ടാവും. എന്താണ് ഇതിൽ ഇവർ അള്ളാഹിനെ പരിചയപ്പെടും. നമ്മൾ അള്ളാഹിനെ ഖുർആനും സുന്നത്തിലും വന്ന നിലക്ക് നമ്മൾ വിശ്വസിക്കുക, അതിന്റെ അപ്പുറത്തേക്ക് പറ്റില്ല. ഇതിലോ ഇത് പറയുന്നത് എന്താണ്? അള്ളാഹിനെ പറ്റി ഇങ്ങനെ ഒരു ദിക്ർ ഇങ്ങനെ പറഞ്ഞിട്ട് പറയാ, കേട്ടോളെ. ലാ കണ്ണ ഇല്ലല്ലാ, ലാ മൂക ഇല്ലല്ലാ, ലാ കയ്യ ഇല്ലല്ലാ, ലാ കാല ഇല്ലല്ലാ. ഇത് ലാ കണ്ണ ഇല്ലല്ലാ, അല്ലല്ലാതെ കണ്ണില്ല. ലാ മൂക്ക ഇല്ലല്ലാ, അല്ലല്ലാതെ മൂക്കില്ല. അല്ലേ കയ്യന്ന അല്ലേ, അല്ലല്ലാതെ കയ്യില്ല. അതാണ് കയ്യ് അല്ലേണ്, മൂക്ക് അല്ലേണ്, കാല് അല്ലേണ്. നമ്മൾ അള്ളാഹ്ക്ക് കയ്യുണ്ടെന്ന് ഖുർആനും സുന്നത്തും വന്ന് വിശ്വസിച്ചുള്ളൂ. ഇവരോ അള്ളന്റെ കയ്യാണ്, അള്ളന്റെ കയ്യാണ്. അപ്പൊ പറയും ചിലപ്പോ ഇത് നമുക്ക് സ്വീകാര്യമല്ല, ഇത് KV മുഹമ്മദ് മുസ്ലിയാർ പന്താവൂർ എഴുതിയ പുസ്തകല്ലേ ആണ്, എന്നാ സ്വീകാര്യല്ലേ? ഇയാൾക്ക് മാനസിക രോഗം നമ്മൾ പേരോട് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാല് ആദ്യം അതൊന്ന് കേട്ടാണ്. എന്താണ് KV മുഹമ്മദ് മുസ്ലിയാരെ പറ്റി പറഞ്ഞിട്ട് ഈ പുസ്തകത്തെ പറ്റി പേരോട് പറഞ്ഞിട്ട് പറയാണെന്ത്? ലാ ഐന ഇല്ലല്ലാ, ലാ കണ്ണ ഇല്ലല്ലാ എന്ന് അല്ലാഹു വലിയ പറഞ്ഞാൽ തെറ്റാണോ? തെറ്റല്ല. എന്നിട്ടോ KV മുഹമ്മദ് മുസ്ലിയാർക്ക് മാനസിക രോഗമാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പന്താവൂരിനെ KV പന്താവൂരിന് മാനസിക രോഗം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മാനസിക രോഗികളും ചിലപ്പോ കാര്യം പറയില്ലേ, ചിലപ്പോ കേട്ടോ വലിയ കാര്യം തന്നെ പറയില്ലേ. ആ നിലയ്ക്ക് വലിയ കാര്യമാണ് പേരോട് പറഞ്ഞ കേട്ടോളൂ. പറഞ്ഞു വരുന്നത് ഈ വിഷയം പറയാ. ലാ ഐന ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ഔലിയാക്കൾ പറഞ്ഞാൽ അത് തെറ്റാണോ? ലാ കണ്ണ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണോ? ഒരിക്കലുമല്ല. അവരത് പറയുന്നത് ഏതർത്ഥത്തിലാണ് എന്നാ നോക്കേണ്ടത്. അവരത് പറയുന്നത് ഏതർത്ഥത്തിലാണ്? നമ്മളെ മൗലവിക്ക് ഏറ്റവും പിരിശപ്പെട്ട ആളാണ് KVM പന്താവൂര്. അദ്ദേഹം മാനസിക രോഗിയാണെന്ന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മാനസിക രോഗമുള്ള ആള് പറയുന്നത് എല്ലാം തെറ്റായിക്കൊള്ളണമെന്നില്ലല്ലോ. മാനസിക രോഗമുള്ള ആള് ചിലപ്പം കാര്യവും പറയൂലേ, ചിലപ്പം പറഞ്ഞിട്ട് ഭയങ്കര കാര്യം പറയും ചില മാനസിക രോഗികൾ. അതുപോലെ KVM പന്താവൂര് ഒരു മാനസിക അസ്വസ്ഥതയുള്ള ആളാണെങ്കിലും ചിലപ്പോ അയാൾ കാര്യവും പറയാറുണ്ട്. വലിയ പറഞ്ഞ തെറ്റാണോ എന്ന് ചോദിച്ചിട്ടായി പറഞ്ഞു. അവ ഈ തെറ്റല്ല. ചിലപ്പോ പറയും ലാ ഐന ഇല്ലല്ലാഹ്, അള്ള കൊടുത്ത കണ്ണല്ലാതെ കണ്ണില്ല എന്ന ഇതിന്റെ അർത്ഥം. അതൊന്നും പറയണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താ? അള്ള കൊടുത്ത കണ്ണല്ല, അള്ള കൊടുത്ത ഇലാഹ അല്ലാതെ ഇലാഹില്ല എന്നാ? അല്ല, അള്ള അല്ലാതെ ഇലാഹില്ല എന്നാ. ഇതേപോലെ അള്ളല്ലാതെ ഇലാഹില്ല, അള്ളല്ലാതെ കണ്ണില്ല, അള്ളല്ലാതെ കാലില്ല. കാല് അതല്ലേ. ബാക്കി വായിച്ചേരാ, കേട്ടോളിയെ, അർത്ഥം വെച്ചോളിങ്ങള്. ലാ കയ്യ ഇല്ലല്ലാ, ലാ കാല ഇല്ലല്ലാ, ലാ ഖൽബ ഇല്ലല്ലാ, ലാ അർള ഇല്ലല്ലാ, ലാ സമാ ഇല്ലല്ലാ, ലാ നുജൂമ ഇല്ലല്ലാ, ലാ ശംസ ഇല്ലല്ലാ, ലാ ഖമറ ഇല്ലല്ലാ, ലാ ശജറ ഇല്ലല്ലാ, ലാ ഹജറ ഇല്ലല്ലാ, ലാ അർശ ഇല്ലല്ലാ, ലാ കുർസ ഇല്ലല്ലാ, ലാ ഫർസ ഇല്ലല്ലാ, ലാ ഇൻസ ഇല്ലല്ലാ. ഈ ഖുർആനാണ്. നമ്മൾ ദിക്റിനെ എതിർക്കാറുണ്ട് ചില ആൾക്കാർ. ഇജായി ദിക്റിനെ എതിർക്കൂലേ? ഇസ്ലാമുള്ള ദിക്ർ നമ്മൾ എതിർക്കൂല. എന്നിട്ട് ഈ രസകരമായ കഥ പറയണം. അതും കൂടി വായിച്ച് കേൾപ്പിച്ചേരാ, സമയം കുറവാണെങ്കിലും. എന്താ അറിയോ, ഈ ഔലിയപ്പാപ്പാന്റെ അടുക്കല് ഒരാള് വന്നത്ര. എങ്ങനത്തെ ആള്? ഒരു കോയാക്കാന്ന് പേരുള്ള ആള് വന്ന. കൊര പിടിച്ച ആളാണ്, ചുമ പിടിച്ച ആളാണ്. വന്നിട്ട് പറഞ്ഞു, ഇയാളോട് പറഞ്ഞ് 9 ദിവസങ്ങൾ ഉറങ്ങരുത്. കൊര പിടിച്ച ആളോട് 9 ദിവസം രാത്രി ഉറങ്ങരുത് പറഞ്ഞ അതിന്റെ കഥ വരക്കല്ല എടുക്കട്ടെ. എന്നിട്ടോ 9ാം രാത്രി ഉപ്പാപ്പ പാതിരക്ക് എഴുന്നേറ്റപ്പോൾ കൂടെ കോയാക്കയും എഴുന്നേറ്റു. ഉപ്പാപ്പ ചോദിച്ചു, നീ ഉറങ്ങിയോ? ഉറങ്ങുന്ന ആൾ എഴുന്നേറ്റ് നിൽക്കുമോ? ജവാബ്, ഉറക്കം വരുന്നില്ലേ? എന്നെ കയറില്ലാതെ കെട്ടിയിട്ട് ഇതാണോ ചോദ്യം? ഉറങ്ങരുത് അറിഞ്ഞിട്ട് ഇങ്ങനെ ഉറക്കം വരുന്നില്ലേ ചോദിക്കണേ. എന്നിട്ട് കയറു നീ കൊണ്ടുവന്നില്ലല്ലോ, ഇനിയും വേണോ കയർ? നിന്റെ കുര നിൽക്കാൻ പോകുന്നു, ഇരിക്കവിടെ. എന്തിനാ ഇരിക്കണെന്ന് ചോദിച്ചു. ദിക്റ് ചൊല്ലാൻ. എന്ത് ദിക്റ്? കേട്ടോളിട്ടോ. ലാ കണ്ണ ഇല്ലല്ലാ, 100 എണ്ണം, 100 ലാ കണ്ണ ഇല്ലല്ലാ, ലാ കണ്ണ ഇല്ലല്ലാ, ലാ കണ്ണ ഇല്ലല്ലാ. പിന്നെയോ ലാ മൂക ഇല്ലല്ലാ, 1000 വട്ടം. 100 പോരെ, എങ്കിൽ 100 മതി. ഇനിയുണ്ടോ? ഉണ്ട്. ഹാ ഹീ ഹൂ ഹം ഹും 1000. ഹാ ഹീ ഹൂ എന്ന് കൊര പിടിച്ച ആളോട് പറയാത്ത കൊരയാണ് കുരെ കൂട്ടരെ. കൊര പിടിച്ച ആളോട് ഈ നട്ടബാധക്ക് നീച്ചേണ്ടേ ഈ വിക്രെല്ലാം പറഞ്ഞു. എത്ര 1000 വട്ടം. എന്നിട്ട് കേട്ടോളി, 100 പോരെ, എങ്കിൽ 100 മതി. ഇനി കേട്ടോ, ഇനിയുണ്ടോ? ലാ പല്ല ഇല്ലല്ലാ, 1,00,000 ലാ പല്ല ഇല്ലല്ലാ. അപ്പൊ നമ്മളെയൊക്കെ തൊള്ളയിൽ 32 ആളല്ലേ. വയസ്സന്മാരാലേക്കൊണ്ട് പഠിച്ചോ 4 അള്ളാഹിനെ കാണില്ലല്ലോ.
അല്ല സാധുക്കളെ നിങ്ങളാണോ മുജാഹിദീങ്ങളെ വികലാംഗരല്ലയാണ് മുജാഹിദീങ്ങൾ അല്ലാഹുവിനെ പോലെ പരിഹസിക്കുന്നത്? ആണോ? കഴിഞ്ഞില്ല, ഇനിയും കേട്ടോ. ചതിച്ചു 100 പോലെ പറഞ്ഞ അങ്ങനെ റെഡ്യൂസ് ചെയ്ത് കുറച്ച് കുറച്ചിട്ട് പറയാണ്. എങ്കിൽ അടുത്തുണ്ടോ? ഉണ്ട്. ലാ കാദ ഇല്ലല്ലാഹ്, അല്ലാഹ് ചെവിയില്ല. 10,000 കൊന്നു. 1000 പോരെ, 1000 എങ്കിൽ 1000. ഇനിയുണ്ടോ? ഉണ്ട്. ലാ നാക ഇല്ലല്ലാഹ്, എന്റെ ബദരീങ്ങളെ 1000 പോരെ, കൊല്ലാനാണോ? ആദ്യ ശിർക്കും കുഫ്റാണത് ഇല്ലേ? എന്നിട്ട് ഇനിയുണ്ടോ? എന്റെ അടുത്തെന്താ? ലാ പുക്കള ഇല്ലല്ലാഹ്, ലാ പുക്കള ഇല്ലല്ലാഹ്. മനസ്സിലായില്ലേ? ആണുങ്ങളെ ഔറത്തിൽ ഒരു ഹദ്ദ് കൂട്ടര്. ലാ പുക്കള ഇല്ലല്ലാഹ് 6 ലക്ഷം. ഇനിയോ? മമ്പുറത്തങ്ങളെ ചതിച്ചല്ലോ, കുര ഏറാനാണോ ഇയാൾക്ക് ഇപ്പോഴാ തോന്നണേ? എന്നിട്ടോ? അല്ല, മാറാനാ. 1000 കൊണ്ട് ഒപ്പിച്ചൂടെ? എങ്കിൽ മതി, സാരല്ല. ഇനിയുണ്ടോ? അടുത്ത് നല്ല രസമുള്ള കേട്ടോ. ലാ തലവല വാല ഇല്ലല്ലാഹ്. സപ്പോർട്ട് ചെയ്ത പേരോട് അത്രയും ഉണ്ടാൻ പൈസയില്ല. അപ്പൊ എന്താണ്? ലാ തലവല വാലയില്ലല്ലാഹ്. ആലോചിച്ചു നോക്ക്. ഇനി വേറെ ഉണ്ട്. അവസാനം ഇയാളോട് പറയുന്നുണ്ട് കൊര. ലാ കൊര ഇല്ലല്ലാഹ്. ചൊറിയേറ്റ് വന്നാലും ലാ ചൊറിയില്ലല്ലാഹ്. എന്ത് കണ്ടാലും നിങ്ങൾ പേരോട് ന്യായീകരിച്ചത്. ഇനി സഹോദരങ്ങളെ വേറെ എന്തൊക്കെ ഉണ്ടോ? വേറെ ദിക്കറുണ്ട്. ഒരാളെ മകനെ കാണില്ല എന്ന് പറഞ്ഞ പരാതിയായിട്ട് ഇയാളടുത്ത് വന്നു. അപ്പോഴോ ഇയാൾ പറഞ്ഞു, എനിക്ക് പന കയറാൻ അറിയോന്ന് ചോദിച്ചു. ഇയാള് പറഞ്ഞു, അറിയില്ല. കിണറ്റിലിറങ്ങാൻ അറിയോന്ന് ചോദിച്ചു. അതെന്തേ? എനിക്ക് കിണറിന്റെ പണിയാണ്. എന്നാ കിണറ്റിൽ ഇറങ്ങണം, എന്നിട്ട് ദിക്കറല്ലണം എന്ന് പറഞ്ഞു. ഇതുണ്ട് കേട്ടോ, സമയമില്ലാത്തോട് വായിക്കില്ല. എന്താ ദിക്കറ്? ലാ പുത്രൻ ഇല്ലല്ലാഹ് ആണ്. പിന്നെ മുച്ചീട്ട് കളിക്കാരത്ത് കൂടെ പോകുമ്പോ ലാ മുച്ചീട്ട ഇല്ലല്ലാഹ്, ലാ ഓലക്ക ഇല്ല, ബാക്കിയൊക്കെ ഉണ്ട്. ആലോചിച്ചു നോക്ക്. ഇപ്പൊ നിങ്ങൾ അള്ളാന്റെ കോലെന്താ? നമ്മള് ഖുർആനും സുന്നത്തുള്ള മാതിരി വിശ്വസിക്കുന്നു. ഇതൊക്കെ എവിടെ നിങ്ങൾ ആലോചിക്കും? ഇസ്ലാമിന്റെ വല്ല അടിസ്ഥാനോ? ഒരു വലിയ അങ്ങനെ പറഞ്ഞാൽ തെറ്റാണോ? അല്ലേ? പേരോട് ന്യായീകരണം. സഹോദരങ്ങളെ, ഖുർആനും സുന്നത്തിലും വന്ന് സ്വീകരിക്കുക. അതിനപ്പുറത്തേക്ക് പോകുന്നില്ല, പോകാൻ പാടില്ല. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇനിയോ നമ്മളെ പറ്റി പറയും ഖബർ സിയാറത്തിന് എതിരാണ് മുജാഹിദീങ്ങൾ. ഒരു വിമർശനം അതാണ്. ഖബർ സിയാറത്തിനെതിരാണോ മുജാഹിദീങ്ങൾ? അല്ല. ഇസ്ലാം പഠിപ്പിച്ച സിയാറത്ത് അത് ചെയ്യണമെന്ന് പറയുന്നവരാ മുജാഹിദീങ്ങൾ. ഏതാണത്? കുൻതു നഹൈതുകും മൻ സിയാറത്തിൽ ഖുബൂർ അലാ ഫസുറുഹാ ഫഇന്നഹാ തുദക്കിറുകുൽ മൗതാ. നിങ്ങൾക്ക് ഞാൻ ഖബർ സിയാറത്ത് വിലക്കിയിരുന്നു മുമ്പ്. അലാ ഫസുറുഹാ, ഇനി നിങ്ങൾ സന്ദർശിച്ചോളൂ. എന്തിനാണെന്നോ? ആ ഖബറിൽ ചെന്നുകൊണ്ട് ആ മഹാനോട് പ്രാർത്ഥിക്കാനല്ല, അയാളോട് ഇസ്തിഗാസ ചെയ്യാനല്ല, നിങ്ങളുടെ സങ്കടമുണർത്താനല്ല, ആ വ്യക്തിയോട് വിളിച്ചു പ്രാർത്ഥിക്കാനല്ല. ഇന്നഹാ തുദക്കിറുകുൽ മൗതാ. ആ ഖബർ സിയാറത്ത് നിങ്ങൾക്ക് മരണത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാക്കും, ആഖിറത്തിനെ കുറിച്ച് ചിന്തയുണ്ടാക്കും. അതിനെ സിയാറത്ത് ചെയ്തോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഈ സിയാറത്തിനെ മുജാഹിദുകൾ ഇന്നുവരെ എതിർത്തിട്ടില്ല, ഇൻഷാ അല്ലാഹ് എതിർക്കുകയും ഇല്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ആ സിയാറത്ത് ചെയ്യുമ്പോ ആ ഖബറിൽ കിടക്കുന്ന ആൾക്ക് വേണ്ടി അല്ലാഹുവോട് പ്രാർത്ഥിക്കാം. അസ്സലാമു അലൈക്കും ദാര ഖൗമിൻ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ നിങ്ങളുമായി വന്ന് ചേരാനുള്ളവരാണ്. ഇന്ന് നിങ്ങൾ മരിച്ചു കിടക്കുന്നുവെങ്കിൽ നാളെ പിറ്റേന്ന് ഞങ്ങളും ഇതുപോലെ മരിച്ചു വരാനുള്ളവരാണ് എന്ന് അവർക്ക് വേണ്ടി അല്ലാഹുവോട് പ്രാർത്ഥിക്കുക. അതുപോലെ നമുക്ക് മരണത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാവുക. ഇതാണ് ഇസ്ലാമിലെ സിയാറത്ത്. ഇതിനെ മുജാഹിദുകൾ എതിർത്തിട്ടില്ല. എതിർക്കോ? ഔല്ല. ഇതാണ്. അപ്പൊ പറയും അസ്സലാമു അലൈക്കും എന്നല്ലേ പറഞ്ഞ, നിങ്ങൾക്ക് അല്ലാഹ് രക്ഷ ഉണ്ടാവട്ടെ എന്നല്ലേ? അപ്പോലെ കേൾക്കാനല്ലേ? ജീവിച്ചിരിക്കുന്നതോട് പറയുന്ന അതേമാതിരി എന്നല്ലേ പറഞ്ഞ്? അങ്ങനെ അസ്സലാമു അലൈക്കും എന്നുള്ള അഭിസംബോധന കാണുമ്പോഴൊക്കെ കേൾക്കാനാണ്, ഇസ്തിഗാസയാണ്, ഉത്തരം കിട്ടാനാണ് വിചാരിക്കുകയാണെങ്കിൽ വേറെ കുറെ പ്രശ്നം വരും. അപ്പൊ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദ് ചുംബിക്കുമ്പോൾ എന്താ പറഞ്ഞത്? ഇന്നി അഅലമു അന്നക ഹജറുൻ, കല്ല്, നീ ഒരു കല്ലാന്ന് എനിക്കറിയാം. ലാ തദുറു വലാ തൻഫഉ, നീ ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യൂല എന്ന് എനിക്കറിയാം. കല്ലേ ലൗലാ അന്നി റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക, കല്ലേ നിന്നെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു, എന്നെ ചുംബിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചുംബിക്കുന്നത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ചുംബിക്കുന്നത്. എത്ര നീണ്ട അവിടെ, എത്ര നിന്നന്റെ അവിടെ, കല്ല് കേൾക്കാനാ? അല്ല, അത് അവിടെ ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്. അഭിസംബോധന ശൈലിയാന്ന് കരുതിയിട്ട് കേൾക്കാനോ ഇസ്തിഗാസ ധരിക്കണ്ട. അപ്പൊ അവർക്ക് വേണ്ടി, മരിച്ചു കിടക്കുന്ന ആൾക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോട്ടെ, ഖബർ സിയാറത്തിന്റെ പേരിലാണല്ലോ ഇന്ന് പല ഉറൂസുകളും ഏർപ്പാടുകളും നടക്കുന്നത്. അല്ലെ, കൊണ്ടോട്ടിരിച്ച പേരുണ്ട്, ഞാൻ പറയാ. അപ്പൊ അതാ അതിന്റെ പേരിലാണോ നടക്കുന്നത്? നിങ്ങൾ ആലോചിക്ക്, ഇസ്ലാമിലുള്ള സിയാറത്ത് നമ്മളതിലല്ല. ഖബർ കെട്ടിപ്പൊക്കാൻ ഇസ്ലാമിൽ രേഖയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുജസ്സൽ ഖബറു വയുഖഅദ അലൈഹി വയുബ്ന അലൈഹി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട് എന്തൊക്കെ? ഖബർ കെട്ടിപ്പൊക്കുന്നത്, ഖബറിന്റെ മേലെ കുമ്മായ ഇടുന്നത്, അതിന്റെ മേലെ ഇരിക്കുന്നത്, അതിന്റെ മേലെ എടുപ്പുണ്ടാക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. ഇത് മുജാഹിദുകൾ പറയുന്നു. ഇതാണല്ല ഖബർ സിയാറത്തിനല്ല ഇത്. എന്നിട്ട് പോയി എവിടെ എത്തി? ഖബർ മുത്തൽ വരെ എത്തി. ഇസ്ലാമിന്റെ ആചാരമല്ല. നിങ്ങൾ കാണാൻ പോവാണ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരോടുള്ള ചോദ്യം, ഖബർ മുത്താൻ പറ്റോ? ഖബറിനൊക്കെ ഉദ്ദേശിച്ച് മുത്താൻ യാതൊരു പന്തികേടും ഇല്ല. മൂപ്പര് കഴിഞ്ഞിട്ട് പേരോട്ട് കാണാം എന്താണ്? ഖബർ മുത്താൻ പാടില്ല. ഏതാ സുന്നത്ത് മതം തീരുമാനിക്കാം. അപ്പൊ ആദ്യം പേരോട്ട് പൊന്മള പറയുന്നത് കേൾക്കും. ചില മക്ബറകൾ വ്യാപകമായി കാണുന്നതാണ്. മക്ബറകളിലെല്ലാം വന്നിട്ട് സാധാരണക്കാരായ ജനങ്ങൾ തൊട്ടിങ്ങനെ മുത്തുന്നൊരു സ്വഭാവം, തൊട്ടുമുത്തുക എന്ന് പറയുന്നൊരു പ്രവണത. ഇതൊക്കെ ഇസ്ലാമികപരമായിട്ട് അനുവദനീയമാണോ, അല്ലെങ്കിൽ ഇതുപോലെ ഗുണങ്ങളുമുള്ള കാര്യമാണോ എന്ന് മഹാന്മാരുടെ ഖബറുകൾ ചെന്നാണ് ചെയ്യുന്നത്. സാധാരണക്കാരുടെ ഖബറുകളിലൊന്നും ഇങ്ങനത്തെ പരിപാടി ഇല്ല. മഹാന്മാരാകുമ്പോൾ അവരെ കൊണ്ട് ബറക്കത്തെടുക്കുക, തബറുക്ക് എടുക്കുക എന്നത് പൂർവ്വകാലം മുതലേ ഉള്ളതും പണ്ഡിതന്മാർ അവരുടേതായ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതുമാണ്. അതുകൊണ്ട് തന്നെ തബറുക്കിന് വേണ്ടി അവിടെയുള്ള ഈ വസ്തുക്കളൊക്കെ ഉപയോഗപ്പെടുത്താം. എന്നാൽ തബറുക്കിന് വേണ്ടി തൊട്ടുമുത്തുന്ന കാര്യം അപ്രകാരം തന്നെ ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ യാതൊരു ബന്ധികേടും ഇല്ല. അതേ സ്ഥാനത്ത് ഹൈന്ദവരൊക്കെ ചെയ്യുന്നത് പോലെ അവരുടെ ബിംബത്തെ ആരാധിക്കുന്നതിൻ്റെ ഭാഗമായി ചെയ്യുന്നത് പോലെ ഉള്ള തൊട്ടുമുത്തലും പരിപാടികളും നമുക്ക് പാടുമില്ല. ഇത് രണ്ടും വ്യക്തമായി വിശദമായി തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജർ തങ്ങളുടെ തുഹ്ഫയും അതിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥമായ ഷെർവാനിയും നോക്കിയാൽ ഈ വസ്തുത വിവരിച്ചു കാണും. അതേപോലെ തന്നെ ഇമാം റംലിയുടെ നിഹായിലും ഇക്കാര്യം പ്രസ്താവിച്ചിട്ടുണ്ട്. മാത്രമല്ല അലി ഷബ്രാമുല്ലസി പറഞ്ഞത് ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് തൊട്ടുമുത്തുക എന്നത് കഅബയെ തവാഫ് ചെയ്യുന്ന വേളയിൽ ഹജറുൽ അസ്വദ് തൊട്ടുമുത്തും പോലെയാണ്. അതുകൊണ്ട് തന്നെ ഹജറുൽ അസ്വദ് തൊട്ടുമുത്താൻ നേരെ കഴിയാത്ത ആൾക്ക് ആംഗ്യം കാണിച്ചിട്ടെങ്കിലും ചുംബിക്കാൻ അനുമതിയുള്ളതുപോലെ മക്കാമിൽ ചെല്ലുന്ന ആൾക്ക് അഹമ്മദുൽ ബദവിയുടെ ഒക്കെ ഖബറിൽ വലിയ തിരക്കുണ്ടാകും. ചിലപ്പോൾ അങ്ങനെ തൊട്ടുമുത്താനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ ബറക്കത്ത് ഉദ്ദേശിക്കുന്ന ആൾക്ക് കൈകൊണ്ടിങ്ങനെ ആംഗ്യം കാണിച്ച് തൊട്ടുമുത്തിയാലും യാതൊരു പന്തികേടും ഇല്ല എന്നാണ്. അപ്പൊ മൂപ്പർക്ക് ഒന്നും ഒരു പന്തികേടും ഇല്ല. പന്തില്ലാത്തവനെന്ത് പന്തികേടാ? അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ വെച്ചാൽ ആന്ന് പറഞ്ഞാൽ ഇതിൽ വലിയ പന്തികേടുണ്ടാവും. എന്നാ പേരോണ്ടെടുക്കൽ പന്തികേടുണ്ട്. മൂപ്പര് പറയാൻ പോവാ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ എങ്ങനെ ചുംബിക്കേണ്ടത്? ഇയാൾ പറഞ്ഞ മഹാന്മാരുടെ ഖബർന്നാ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും വലിയ മഹാമേറല്ലല്ലോ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ചുംബിക്കുമ്പോ നീ ഈ ഖബർ സന്ദർശിക്കുമ്പോ, ചുംബിക്കല്ല, സന്ദർശിക്കുമ്പോ നീ വിട്ടുനിന്നോ, നീ അകന്നു നിന്നോ. എന്നിട്ട് നിസ്കാരത്തിൽ കൈകെട്ടി നിൽക്കുന്ന പോലെ നീ കൈകെട്ടി നിന്നോ. ചുംബിക്കലാണ് ബറക്കത്തെന്ന് കരുതിക്കൊണ്ട് നീ ചുംബിക്കാൻ പോവണ്ട. അങ്ങനെ നീ ഖബർ മുത്താൻ പോവണ്ട. ആര്? പേരോട്. അപ്പൊ ഏതാ ശരി? കേട്ടിട്ട് ആലോചിക്കാം. കേട്ടോളി. ഇമാം നബവി റഹിമഹുല്ലാഹ് പ്രത്യേകം എടുത്തു പറഞ്ഞില്ലേ, നബി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ചുംബിക്കാൻ പോകരുത്. അവിടെ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ ദൂരെ നിന്നിട്ട് അതപോടെ പെരുമാറണം. ഖബർ ചുംബിക്കരുത്, ഖബർ തടയരുത് എന്ന് ഈവാഹിലെ ഇമാം നബവി റഹിമഹുല്ലാഹ് പറഞ്ഞപ്പോ ഈ തടകലും ചുംബിക്കലുമാണ് ബറക്കത്ത് എന്ന് ആരും ചിന്തിച്ചു പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നബവി റഹിമഹുല്ലാഹ് ഈവാഹിൽ വിവരിച്ചു. അതാ കുറെ ആളുകൾ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നീ നോക്കണ്ട. ഖില്ലത്തു സാലികീൻ കൊണ്ട് അതേ ശരിയായ സുന്നത്തിന്റെ നടപടിക്രമത്തിലേക്ക് നീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഒരു കുറച്ച് ദൂരെയായി അതകൂടെ ഗുരുത്വത്തോടെ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന ഖബറിന്റെ താഴ്ഭാഗത്തേക്ക് നോക്കി നിന്ന് അതും കൈ നിസ്കാരത്തിൽ കെട്ടുന്നത് പോലെ അടക്കത്തോടെ വെച്ച് വളരെ ബഹുമാനാദരവോടെ ഖബറിന്റെ അടുത്ത് പോയി നിന്ന് നീ സിയാറത്ത് ചെയ്തോ. നീ ഖബർ തൊടാൻ പോകണ്ട, നീ ഖബർ ചുംബിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം നബവി അവിടെ പറഞ്ഞൊരു വാചകമാണ്, ഓ മനുഷ്യ, ആളുകൾ കുറച്ചേ നിന്റെ കൂടെ ഉള്ളൂ എന്ന് നീ നോക്കണ്ട. എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സന്ദർശിക്കുമ്പോൾ നീ ചുംബിക്കാൻ പോവണ്ട, തടവാൻ പോവണ്ട, മുത്താൻ പോവണ്ട. അതാണ് ബറക്കത്ത് വിചാരിച്ച് ചെയ്യണ്ട. ആര്? പേരോട്. മറ്റാള് പറഞ്ഞതോ ചുംബിക്കാം. രണ്ടാക്കു തെളിവ് കിതാബ്. അപ്പൊ ഏതോ ഒരാൾ തട്ടി നടത്തുന്നുണ്ട്, തിരുമറി നടത്തുന്നുള്ളത് ശരിയാണല്ലോ. ഇതില് പേരോട് പറഞ്ഞാണ് ശരി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിലും പേരോട് പറഞ്ഞാണ് ശരി. സഹോദരങ്ങളെ, ചുരുക്കത്തിൽ ഖബർ സിയാറത്തിനെ ഞങ്ങൾ മുജാഹിദീങ്ങൾ എതിർക്കുന്നില്ല, ഞങ്ങൾ മനസ്സിലാക്കിക്കുക. പിന്നെ എന്തിനെ എതിർക്കുന്നത്? ഇതാ നുസ്രത്തുൽ അനാമാണിത്. നുസ്രത്തുൽ അനാമിൽ പറയുന്നുണ്ട് എന്താണ് ഇവര് സുന്നികൾ എന്തിനാണ് ഖബർ സിയാർ നടത്തുന്നത് കേട്ടോളൂ. സുന്നികൾ മഹാത്മാക്കളുടെ ഖബർ സന്ദർശന വേളയിൽ അവരോട് നേരിട്ട് ഇസ്തിഗാഥ ബ്രാക്കറ്റില് പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട്. അതും ശിർക്കോ പാപമോ അല്ല. എന്തിനാ നമ്മൾ എതിർക്കുന്നത്? അവരോടുള്ള പ്രാർത്ഥന, അതുപോലെ കെട്ടിപ്പൊക്കൽ, അതുപോലെ ഏർപ്പാടിനെയാണ് നമ്മൾ എതിർക്കുന്നത്. ഇനി നിങ്ങൾ കേൾക്കേണ്ടത് ഉള്ളാള് സെയ്ദ് മദനി തങ്ങളുടെ ജാറത്തിന്റെ പോരിശേന. അവിടുത്തെ ആൾക്കാർ പല സ്ഥലത്തുനിന്നും ടൂറായിട്ടൊക്കെ പോകുന്ന സ്ഥലമാണുള്ളത്. അപ്പോ അതിനെപ്പറ്റി ഇവരിറക്കിയ ഒരു CD ഉള്ളതാണ്, കേൾക്കാൻ പോകണം. എന്ത്? സെയ്ദ് മദനി തങ്ങളുടെ കുടുംബം അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് എങ്ങനെയാണ്? മഹാപട്ടിണിയായിരുന്നു, മഹാവിഷമമായിരുന്നു എന്ന് പറയുന്ന ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക. എന്നിട്ട് പട്ടിണി മാറാൻ നമ്മൾ ആൾക്കാർ പോണത് അങ്ങോട്ടാണല്ലോ. കേട്ടോളൂ. വരുമാനം പൂർണ്ണമായും ദഅ്വാ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന തൗഹീദി പ്രബോധന രംഗത്ത് ഒരു ധീരമായ കൽവപ്പ് അൽ ബയാൻ മൾട്ടിമീഡിയ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഒരു KNM മേഖല ദഅ്വാ സംരംഭം